സങ്കീർത്തനാമി സിംഹസത്ത് ഈശ്വരീ ശങ്കരാചാര്യം വ്യാപ്തദേഹായ ദക്ഷിണാലോകേ സൈന്ധവഖില്യ ഉദകേ പ്രാപ്ത ഉദകമേവാനുവിധീയേത നഹസ്യോദ്ഗ്രഹണായവ സ്യാത് യദോ യദസ്ത്വാദദീത ലവണമേവ എവം വാരേ ഇദം മഹദ്ഭൂതം ആനന്ദമപാരം വിജ്ഞാനഘനേവ ഏതേഭ്യോ ഭൂതേഭ്യ സമുത്ഥായ തന്നേവ അനുവിനശ്യതി ന പ്രേത്യ സംജ്ഞാ അസ്തീത്യപരേ ബ്രവീമീതി ഹോവാച യാജ്ഞവൽക്യഃ. ഏതേഭ്യോ ഭൂതേഭ്യോ യാന്യാതാനി കാര്യകരണവിഷയാകാര പ്രണതാനി നാമരൂപാത്മകാനി സലിന്നഭേന ബുദ്ഭുതോപമാനി സ്വച്ഛസ്യ പരമാത്മന സലിന ഉപമസ്യ. ആ പരമാത്മാ ശുദ്ധമാണ്, സലില ഉപമമാണ്, തരംഗങ്ങളുള്ള ആ ജലത്തിന് സമമാണ്. അവിടുത്തെ ജലത്തിന് സമമാണ്, പരമാത്മാവാണ്, സ്വച്ഛമാണ്. അതിലുണ്ടാകുന്ന സലിലഭേന ബുദ്ഭുതോപമാനി ആ ജലത്തിലെ ഭേനവും ബുദ്ഭുതങ്ങളും പോലെയാണ്. ഏത് നാമരൂപാത്മകാനി കാര്യകരണവിഷയ ആകാര പരിണതാനി കാര്യകരണരൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചമല്ല ആ ജലത്തിലെ കുമിളുകളെ പോലെയാണ്. ജലമാണെങ്കിലും സ്വച്ഛമാണ്. ജലത്തിന്റെ സ്ഥാനത്താണ് പരമാത്മാവ്, ഈ കുമിളുകളുടെ സ്ഥാനത്താണ് പ്രപഞ്ചം. യേശം വിഷയപര്യന്താനാം, അങ്ങനെയുള്ള ആ വിഷയങ്ങൾ, വിഷയപര്യന്താനാം ഭൂതസൂക്ഷ്മങ്ങളിൽ തുടങ്ങി വിഷയങ്ങൾ വരെയുള്ള ഈ പ്രപഞ്ചം പ്രജ്ഞാനഘനെ ബ്രഹ്മണി, പ്രജ്ഞാനഘനമായിരിക്കുന്ന ഈ ബ്രഹ്മത്തിൽ പരമാർത്ഥ വിവേകജ്ഞാനേന, പരമാർത്ഥ വിവേകം, എന്താണ് ഈ പ്രപഞ്ചം, എന്താണ് ഭേനബുദ്ഭുതങ്ങൾ, എന്താണ് സലിലം, എന്താണ് ഈ പ്രപഞ്ചം, എന്താണ് പരമാത്മാവ് എന്നുള്ള വിവേകജ്ഞാനം കൊണ്ട് ഉള്ള പ്രവിലാപനമുക്തം നദീ സമുദ്രവത്. ജ്ഞാനം കൊണ്ടുള്ള ലയത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല ബാഹ്യമായും ഒന്നും മറ്റൊന്നിലേക്ക് ലയിച്ചില്ലാതായിത്തീരുന്നതല്ല. വിജ്ഞാനം കൊണ്ടുള്ള പ്രവിലാപനം. അതിന് ഇവിടെ ഉദാഹരണം പറഞ്ഞു, നദീ സമുദ്രവത്. എങ്ങനെയാണോ നദി സമുദ്രത്തിൽ ഏകീഭവിക്കുന്നത്, അതുപോലെ വിജ്ഞാനത്തിൽ ഇതെല്ലാം ഏകീഭവിക്കുന്നു. ജ്ഞാനത്തിൽ ഇതെല്ലാം അഭിന്നമായിരുന്നു. പ്രജ്ഞാനത്തിലൊന്നും വേറിട്ട് വയ്ക്കുന്ന നിലനിൽപ്പില്ല. ഇതെല്ലാം പ്രജ്ഞാനം തന്നെയാണ് എന്നിങ്ങനെ
ഏതേഭ്യോ ഹേതുഭൂതേഭ്യോ ഭൂതേഭ്യ സത്യശബ്ദവാച്യേഭ്യ, സത്യം എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നതാണ് ഈ ഭൂതങ്ങൾ. സമുത്ഥായ, അതിൽ നിന്നും സമുത്ഥായ ഉയർന്നിട്ട്, എങ്ങനെ സൈന്ധവ ഖില്യവ, എങ്ങനെയാണോ സിന്ധുവിൽ നിന്നും ഖില്യം ഉണ്ടാകുന്നത്, ജലത്തിൽ നിന്ന് എങ്ങനെയാണ് ഉപ്പ് പരൽ ഉണ്ടാകുന്നത്, ഇത് അഭ്യഹ സൂര്യചന്ദ്രാദി പ്രതിബിംബോ, അല്ലെങ്കിൽ മറ്റൊരുദാഹരണം പറയാം, എങ്ങനെയാണോ ജലത്തിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും മറ്റും പ്രതിബിംബം ഉണ്ടാകുന്നത്, ആ സൂര്യചന്ദ്രാദി പ്രതിബിംബങ്ങൾക്ക് എങ്ങനെയാണോ ആ ജലം ഉപാധിയായിരിക്കുന്നത്, യഥാവാ സ്വച്ഛസ്യ സ്ഫടികസ്യ ആലക്തകാദി ഉപാധിഭ്യോ രക്താദിഭാവ, എങ്ങനെയാണോ ശുദ്ധമായ സ്ഫടികത്തിന്റെ സമീപത്തിൽ ജപാകുസുമം, ചെമ്പരത്തിപ്പൂവ്, ആലക്തകം, കോലരക്ക്, ചുവന്ന ഒരു പദാർത്ഥം, ഇതെല്ലാം വെച്ചു കഴിഞ്ഞാൽ ആ സ്ഫടികം, ശുദ്ധമായിരിക്കുന്ന സ്ഫടികം രക്തനിറമാകുന്നത്, അതുപോലെ ഭൂതോപാധിഭ്യോ, അതുപോലെ കാര്യകാരണ രൂപത്തിൽ മാറി എന്താണ് ഈ ഭൂതോപാധികളാണ്. ആദ്യ സൂക്ഷ്മമായി പ്രകടമായി തന്മാത്രകളായി വന്നു, അതിനെ തന്നെ മുമ്പ് അവിദ്യ എന്ന് പറഞ്ഞു, അത് തന്നെ സ്ഥൂല രൂപത്തിലേക്ക് മാറി, അതിൽ നിന്നും വിശേഷാത്മഖില്യഭാവേന സമുത്ഥായ, അത് വിശേഷരൂപത്തിൽ ഉള്ള ഖില്യഭാവങ്ങളായി മാറുന്നു. അങ്ങനെ ഈ ജീവഭാവത്തിലേക്ക് വരുന്നു, ശരീരഭാവത്തിലേക്ക് വരുന്നു, മനസ്സ്, കർണം, ഇന്ദ്രിയങ്ങൾ ഈ ഭാവത്തിലേക്ക് വരുന്നു. എങ്ങനെയാണോ ജലം കട്ട പിടിച്ച് ഉപ്പ് പരലായി മാറുന്നു, അതുപോലെ ഈ പ്രജ്ഞാനഘനം തന്നെ ഇങ്ങനെ ഈ രൂപത്തെ പ്രാപിക്കുന്നു, സ്ഥൂലമായ രൂപത്തെ പ്രാപിക്കുന്നു. അവിടെ കട്ട പിടിക്കുന്നു, ഇവിടെ സ്ഥൂലമായ ഭാവങ്ങളെ പ്രാപിക്കുന്നു. ശബ്ദ, സ്പർശ, രൂപരസഗന്ധാദി ഭാവങ്ങളെ ഇത് തന്നെ പ്രാപിക്കുന്നു. വിജ്ഞാനം തന്നെയാണ്. സമുദ്ധായ, സമയകുദ്ധായ, അങ്ങനെ വ്യക്തമായി പ്രകടമായി അവിടെ ജീവന്റെ വിഷയങ്ങൾ, ഇത്തരത്തിൽ അതിന്റെ ദൃഷ്ടാവ്, ജീവന്റെ ദൃശ്യം, ഇങ്ങനെ സമയകുദ്ധായ ഏഭ്യോ ഭൂതേഭ്യ ഉത്ഥിത താനി യഥാ കാര്യകരണ വിഷയാകാര പരിണിതാനി, അത് ഏത് ഭൂതങ്ങളിൽ നിന്നാണോ ഉണ്ടായത് പറഞ്ഞുള്ള നേരത്തെ ഈ ഭൂതസൂക്ഷ്മങ്ങൾ, സൂക്ഷ്മഭൂതങ്ങൾ, അവിദ്യ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആണിത് പ്രകടമായത്. ഇതൊരു പ്രകടമാകുകയാണ്. ഇത്രയേ ഉള്ളൂ. സമുദ്രത്തിൽ തിരകൾ പ്രകടമാകുന്നില്ല, മറ്റൊന്നും സംഭവിക്കുന്നില്ല. ആ പ്രജ്ഞാനത്തിൽ ഈ സ്ഥൂല സൂക്ഷ്മങ്ങളെല്ലാം പ്രകടമാകുന്നു. താനീയത കാര്യകരണ വിഷയാകാര പരിണിതാനി, ആ പ്രകടമാകൽ അതിന് നമ്മൾ പറയുന്നു. ഇവിടെ കാര്യമായ ശരീരമുണ്ടായി, കർണങ്ങളായി ഇന്ദ്രിയങ്ങളുണ്ടായി, മനസ്സുണ്ടായി, ഇതെല്ലാം ഇങ്ങനെ പറയുന്നു. ഇതിന്റെ പ്രകടഭാവമാണ്. ഉദാഹരണത്തിൽ മനസ്സിലാക്കാൻ സ്വപ്നത്തിലേക്ക് പോയാൽ സ്വപ്നത്തിൽ അവിടെ കാര്യമായ ശരീരമുണ്ടായി, കർണങ്ങളുണ്ടായി, എല്ലാം അതിന്റെ പ്രകടഭാവം. അവിടെ വാസ്തവത്തിലൊന്നും ഉണ്ടായില്ല, എന്നാലും അവിടെ അനുഭവിക്കുന്നു എല്ലാം ഉണ്ടായതായിട്ട്. അതുപോലെ ഈ ജാഗ്രതത്തിലും അനുഭവിക്കുന്നു. ആത്മനോ വിശേഷാത്മഖില്യ ഹേതുഭൂതാനി. അപ്പോൾ ഈ പ്രജ്ഞാനഘനം വിശേഷരൂപത്തിൽ ഇങ്ങനെ ഭാവങ്ങളായി മാറുന്നതിന്, പ്രകടരൂപങ്ങളായി മാറുന്നതിന് കാരണമായിരുന്ന എന്താണ്? അവിദ്യ എന്ന് മുമ്പ് പറഞ്ഞ സൂക്ഷ്മഭൂതങ്ങൾ, കാരണരൂപങ്ങൾ. അതിൽ നിന്നും അങ്ങനെ പറയാൻ കാരണം അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ, അറിവ്, അവിദ്യ അറിവില്ലായ്മ എന്ന് വരും. അപ്പം വെറും അറിവില്ലായ്മ, കേവലമായ അറിവ്, ആ കേവലമായ അറിവിൽ അറിവില്ലായ്മ. അപ്പം അവിടെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു? അറിവും അറിവില്ലായ്മയും മാത്രമാണ് പറയുന്നു. അവിടെ ആ വിദ്യ എന്ന് പറയുമ്പോൾ അവിടെ ആ വിദ്യ, അറിവില്ലായ്മ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചത് അറിയുന്നു, അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ മനസ്സിലാക്കിയാൽ പോരെ. അത്തരത്തിലുള്ള ഒരു അറിവില്ലായ്മ. കാരണം ഇവിടുത്തെ ഈ അറിവില്ലായ്മ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത് ആ പ്രജ്ഞാനത്തിന്റെ തന്നെ ഒരു ആഭാസമാണ്. അഗ്നിയും അതിന്റെ നാളങ്ങളും പോലെ ഒരാഭാസമാണ്. അതിന്
ഇവിടെ നമ്മൾ ഈ ലൗകികമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി അതിന് അറിവില്ലായ്മയെന്ന് പറയുന്നു. പറഞ്ഞു വാസ്തവത്തിൽ അതും അറിവ് തന്നെയാണ്. അതുകൊണ്ട് അത് അനന്തമായ സാമർഥ്യ വിശേഷങ്ങളുള്ളതാണ് ഈ അറിവ്. ഈ പ്രപഞ്ചത്തെ എല്ലാം ഉണ്ടാക്കി കാണിക്കാനും ഇവിടെ ഭോക്താവിനെയും കർത്താവിനെയും എല്ലാം സൃഷ്ടിക്കാനും ഇതിനെല്ലാം ഭോഗ്യമാക്കാനും എല്ലാം കഴിവുള്ളതാണ് ആ പ്രജ്ഞാനം. അതിന്റെ വിശേഷതകൾ അതിന് ഉണ്ട്. അതുകൊണ്ടത് ഈ ഭൂതരൂപത്തിൽ പരിണമിച്ച് ഈ ജഗത്തിനെല്ലാം ഉണ്ടാക്കുന്നു. ഇവയെല്ലാം ശാസ്ത്ര ആചാര്യ ഉപദേശേന, ശാസ്ത്രവും ആചാര്യനും വേണം, ശ്രുതി വേണം, ശാസ്ത്രം എന്ന് പറയും. അപ്പോൾ ആ ശ്രുതി വേണം. പിന്നെ ആ ശ്രുതിയുടെ താല്പര്യത്തെ ഒരാചാര്യൻ വെളിപ്പെടുത്തിയതുകൊണ്ടാണ് നമ്മളിന്നത് ഗ്രഹിക്കുന്നത്. ശ്രുതിയുടെ താല്പര്യം ഇന്നതാണ്. അങ്ങനെ രണ്ടിന്റെയും സഹായത്തോടുകൂടി ഒന്ന് മാത്രം കൊണ്ട് സാധ്യമല്ല. രണ്ടും ഒന്ന് തന്നെ. ഒന്ന് മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല. ശാസ്ത്രമെന്നും ആചാര്യനെന്നും പറയുന്നത് ഒന്നാണ്. ഒരു നാണയത്തിന് രണ്ടു വശങ്ങളെ പോലെയാണ്. ശാസ്ത്രമുണ്ടോ അവിടെ ആചാര്യനും ഉണ്ടായേ തീരൂ. ആചാര്യനുണ്ടെങ്കിലോ അവിടെ ശാസ്ത്രവും ഉണ്ടായേ തീരൂ. രണ്ടും അഭിന്നമായിരിക്കുന്നതാണ്. ഇവയുടെ ഉപദേശം കൊണ്ട് ശാസ്ത്രാചാര്യന്മാരുടെ ഉപദേശം ബ്രഹ്മവിദ്യ, ആ ഉപദേശമാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ശ്രുതിയുടെ ഉപദേശം അല്ലെങ്കിൽ ആചാര്യന്റെ വാക്ക്, അതാണ് ബ്രഹ്മവിദ്യ, ആത്മാവിനെ സംബന്ധിക്കുന്ന വിദ്യ. അതുകൊണ്ട് നദീ സമുദ്രവത്പ്രൽ വിലാപിതാനി വിനശ്യന്തി. എങ്ങനെയാണോ ആ സമുദ്രത്തിലേക്ക് നദികളെല്ലാം വിലയം പ്രാപിച്ച് നശിക്കുന്നത്, നദി എന്നുള്ള ഭാവം ഇല്ലാതാകും. അവിടെ നശിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ സമുദ്രത്തിലേക്ക് നദി പ്രവേശിച്ചു കഴിഞ്ഞാലും ജലം തന്നെ. ജലമെന്നുള്ള നിലയ്ക്ക് അത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഗംഗ, യമുന, സിന്ധു, കാവേരി, ഗോദാവരി തുടങ്ങിയ നാമങ്ങളെല്ലാം നശിച്ചു. ആ രൂപത്തിൽ അതില്ലാതായിത്തീരുന്നു. അതുപോലെ ഇതെല്ലാം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം ഈ കാണുന്ന രൂപത്തിൽ ഇതെല്ലാതാകുന്നു. പക്ഷെ ഇതെല്ലാം അറിവായി പ്രജ്ഞാനഘനമായി നിലനിൽക്കുന്നതാണ് നശിക്കുക എന്ന് പറഞ്ഞു. പ്രജ്ഞാനഘനത്തിൽ നിന്നും വേറിട്ട് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രജ്ഞാനഘനമായി നിലനിൽക്കുന്നു. എങ്ങനെയാണ് സ്വപ്നത്തിലെ പദാർത്ഥങ്ങളെല്ലാം കേവലം അറിവ് മാത്രമായിരുന്നു, സ്വപ്ന ദൃശ്യങ്ങളെല്ലാം കേവലം സ്വപ്നബോധം മാത്രമായിരുന്നു. ജാഗ്രതത്തിൽ ചിന്തിക്കുന്നവന് മനസ്സിലാവും എന്താണ് ആ സ്വപ്നബോധമല്ലാതെ അവിടെ ആനയും കുതിരയും ഒന്നും ഉണ്ടായില്ല, കേവലമായ ബോധം മാത്രം. അതുപോലെ ജാഗ്രത് ബോധം മാത്രമാണ് ഈ ജാഗ്രതത്തിലെ ദൃശ്യങ്ങളെല്ലാം. അതിൽ നിന്ന് അന്യമായിട്ടുള്ള പ്രജ്ഞാനത്തിൽ നിന്നും അന്യമായിട്ടുള്ള ജാഗ്രത് ബോധമായിരിക്കുന്ന എന്താണ്? ആ പ്രജ്ഞാനം തന്നെ. ആ പ്രജ്ഞാനം തന്നെ ജാഗ്രത് ബോധമായി സ്മരിക്കുന്നു. ആ ജാഗ്രത് ബോധത്തിൽ ഈ നാമരൂപങ്ങൾ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ആ പ്രജ്ഞാനമായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിന്റെ വിനാശം. നദീ സമുദ്രവിലാപിതാനി, വിവേകം കൊണ്ട് നശിക്കുന്നു എന്ന് പറയുന്നവനാണ്. സലില ഭേന ബുദ്ബുധാധിപത് തേഷു വിനശ്യസ്സു. എന്താണോ സമുദ്രം കണ്ടുകഴിഞ്ഞാൽ അറിയാം, അത് ഒരിക്കലും അത് അലയടങ്ങി നിൽക്കാറില്ല. അത് അതിസൂക്ഷ്മമായ തരംഗങ്ങളായിട്ടെങ്കിലും എപ്പോഴും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാർക്കാണ്? ആ സമുദ്രത്തെ ജലത്തെയും തരംഗത്തെയും വേർതിരിച്ച് കാണുന്നവൻ. ഇത് ജലമാണെന്നറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം അവിടെ സമുദ്രത്തിൽ നിന്നും വേറിട്ട് തരംഗമില്ല, ജലയുമില്ല. അത് എത്ര വലിയ തിരമാലകളായാലും ശരി, അതിസൂക്ഷ്മമായ തരംഗങ്ങളായാലും ശരി, ആ ജലം എന്നുള്ള തത്വത്തെ ഗ്രഹിക്കുന്നവന് ആ തത്വത്തിൽ നിന്ന് അന്യമായി സമുദ്രത്തിൽ രണ്ടാമതൊന്നില്ല, ഇല്ല തന്നെ. അതുപോലെ ഇവിടെ ഇത് വളരെ വ്യാപകമായ ആകാശമാകാം, പരിച്ഛിന്നങ്ങളായ പൃഥിവ്യാദി വസ്തുക്കളാകാം, ഏതായാലും ശരി. ഈ തത്വത്തെ ഗ്രഹിക്കുന്നവന് ഇവിടെ പറയുന്ന പ്രജ്ഞാനഘനമാണ് ഇത് എന്ന് ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ പ്രജ്ഞാനഘനത്തിൽ നിന്ന് അന്യമായിട്ടിതില്ല. ഈ പ്രതീതികളൊന്നും അന്യത്വ ബോധത്തെ ഉണ്ടാക്കുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നമുക്കെന്താ സംഭവിക്കുന്നത്? ഇത് കാണുമ്പോൾ അന്യത്വ ബോധം ഉണ്ടാകും. അന്യത്വ ബോധം അങ്ങനെ ഇതിനെ അറിവായി കാണുന്നില്ല, മറിച്ച് അറിവായി അറിയുന്നില്ല, മറിച്ച് അറിവിൽ നിന്ന് അന്യമായ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളായി അറിയുന്നു.
തിരയും നുരയുമായെല്ലാം ജലത്തെ അറിയുന്നു. അതേസമയം തത്വത്തെ ഗ്രഹിക്കുന്നവൻ അവൻ അറിയുന്നു. അങ്ങനെ നിരയും തിരയുമായി എല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അങ്ങനെ ഒന്നുമില്ല. ജലമല്ലാതെ രണ്ടാമതൊന്നുമില്ല. പ്രജ്ഞാനമല്ലാതെ, പ്രജ്ഞാനഘനമല്ലാതെ. അതുകൊണ്ടല്ല അതിനെ ഘനമെന്ന് പറഞ്ഞു. ഭാഷ്യകാരൻ പറഞ്ഞാൽ നിരന്തരമാണ്. അതിനിടയിൽ മറ്റൊന്നിനും കടന്നു വരാൻ അവിടെ സ്ഥലമില്ല. ഘനീഭൂതമായിരിക്കുന്ന ആ പ്രജ്ഞാനമല്ലാതെ അതിൽ നിന്ന് വേറിട്ട് ഇവിടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഒന്നുമില്ല എന്നറിയുമ്പോൾ ഇതിന്റെ ലയമായി. എന്നറിയുമ്പോൾ ഇത് നശിക്കുന്നു. സലിലഭേന ബുദ്ബുദാധിപത്യേഷു വിനശ്യസു അനു ഏവ ഏഷ വിശേഷാത്മഖില്യഭാവോ വിനശ്യതി. അപ്പോൾ അവിടെ പറയുന്നു, അതാണ് പറയുന്നത്, ജീവാത്മ പരമാത്മ ഏകത്വം ഒരേ ഒരു തത്വം തന്നെ. അവിടെ വിശേഷാത്മഭാവങ്ങൾ അതിലൂടെ പറഞ്ഞു ഖില്യഭാവം അത് ഇല്ലാതാകുന്നു, നശിക്കുന്നു എന്ന് പറയുന്നതാണ്. അറിവിൽ ഇതിനെ അഭേദമായി ഗ്രഹിക്കുന്നു. അറിവിൽ നിന്ന് ഇതൊന്നും അന്യമല്ല. ഇതെല്ലാം നിലനിൽക്കുന്നത് നാമരൂപാത്മകമായിട്ടുള്ള മറിച്ച് അറിവായിട്ടാണ്. സ്വപ്നം പോലെ, ഇന്ദ്രജാലം പോലെ എന്ന് ഗ്രഹിക്കുന്നു. യഥാ ഉദക അലക്തകാദി ഹെത്വപനയെ സൂര്യചന്ദ്ര സ്ഫടികാദി പ്രതിബിംബോ വിനശ്യതി. എങ്ങനെയാണ് ഈ ജലം മാറിക്കഴിഞ്ഞാൽ പിന്നെ ജലത്തിലെ പ്രതിബിംബം ഉണ്ടാവില്ല. സ്ഫടികത്തിന്റെ അടുത്ത് നിന്ന് ജപാകുസുമത്തെ മാറ്റി, അല്ലെങ്കിൽ ആലക്തകത്തെ മാറ്റി, ചുവന്ന വസ്തുവിനെ മാറ്റി, പിന്നെ അവിടെ പ്രതിബിംബമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഇവിടെ ഈ പ്രതിബിംബ അനുഭവത്തിന് കാരണമായിരിക്കുന്നത് അതിന് അവിദ്യ എന്ന് പറയുന്നു. അത് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഈ പ്രതിബിംബ അനുഭവമില്ല. യഥാ ഉദക ആലക്തകാദി ഹിത്വപനയെ സൂര്യചന്ദ്ര സ്ഫടികാദി പ്രതിബിംബോ വിനശ്യതി. ഇവിടെ സ്ഫടികത്തിൽ പ്രതിബിംബമില്ല, ജലത്തിൽ സൂര്യചന്ദ്രന്മാരുടെ പ്രതിബിംബമില്ല. അതെല്ലാം അവിടെ പോയി ആ പ്രതിബിംബങ്ങളെല്ലാം ആ പ്രതിബിംബത്തെ അന്വേഷിച്ച് പോയാൽ എത്തിച്ചേരുന്നത് ബിംബത്തിലാണ്. ജലത്തിൽ കണ്ട സൂര്യബിംബത്തിന് എവിടെ പോയി ജലം ഇല്ലാതായി കഴിഞ്ഞാൽ അന്വേഷിച്ചാൽ എത്തിച്ചേരുന്നത് അത് ആ സൂര്യബിംബമാണ് എന്നാണ്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? പ്രതിബിംബം ആ ബിംബത്തിലേക്ക് ലയിച്ചു എന്ന് നമ്മൾ പറയുന്നു. വാസ്തവത്തിൽ ലയം അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ പ്രതിബിംബത്തെ അന്വേഷിച്ചാൽ എത്തിച്ചേരുന്നത് ബിംബത്തിലാണ്. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? ചന്ദ്രാദി സ്വരൂപമേവ പരമാർത്ഥതോ വ്യവതിഷ്ഠത. പ്രതിബിംബം ചന്ദ്രനായി നിൽക്കുന്നു, പ്രതിബിംബം സൂര്യനായി നിൽക്കുന്നു, പ്രതിബിംബം ആലക്തകമായി നിൽക്കുന്നു. അതുപോലെ കേവലം പ്രജ്ഞാനം മാത്രം ശേഷിക്കുന്നു. സർവവും പ്രജ്ഞാനമായി തന്നെ നിലനിൽക്കുന്നു. തദ്വത് പ്രജ്ഞാനഘനമനന്തരം അപാരം സ്വച്ഛം വ്യവതിഷ്ഠത. അതുപോലെ പ്രജ്ഞാനഘനം അനന്തരം അതിൽ മറ്റൊന്നിനും നിലനിൽക്കാൻ ഇടമില്ലല്ലോ. പ്രജ്ഞാനം പൂർണ്ണമാണെങ്കിൽ പൂർണ്ണമായ ഒന്നിൽ പിന്നെ മറ്റൊന്നിനിവിടെ ഇടം. അയോഘനം അല്ലെങ്കിൽ സുവർണഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തങ്കക്കട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് മറ്റൊന്നിന് കിടക്കാൻ ഇവിടെ ഇടമില്ലാത്തതുകൊണ്ടാണ് അതിനെ തങ്കക്കട്ടി എന്ന് പറയുന്നത്. അതുപോലെ പ്രജ്ഞാനം ഏകരൂപമാണ്. ആ പ്രജ്ഞാനത്തിൽ രണ്ടാമതൊന്നിന് കടന്നു വരാൻ ഇടമില്ല. അതിനൊരു ഇടം വേണ്ടേ? അതുകൊണ്ട് പ്രജ്ഞാനം വ്യതിരേകേണ മറ്റൊന്നുമില്ല. പരമാർത്ഥതോ വിവിധിഷ്ഠത. ആ പ്രജ്ഞാനസ്വരൂപം മാത്രം. ഈ കാണുന്നതൊക്കെ ഇങ്ങനൊരു ബോധത്തിൽ ഈ കാണുന്നതൊക്കെ വീണ്ടും ഇതുപോലെ നിലനിൽക്കുമോ? അതിന് സമാനമാണല്ലോ പറയുന്നു. ഈ കാണുന്നതെല്ലാം നിലനിൽക്കും, പക്ഷെ അത് പ്രജ്ഞാന രൂപത്തിലാണ്. സമുദ്രത്തിൽ തിരകൾ അടിച്ചുകൊണ്ടിരുന്നാലും അതിന്റെ തത്വത്തെ മനസ്സിലാക്കുന്നവന് അവിടെ ജലം മാത്രമാണ്. ആ
തിരകൾ കാണുന്നിടത്തും ജലം മാത്രം തന്നെ. ജലത്തിൽ നിന്ന് വേറിട്ടൊരു തിരയെ കാണാൻ അവന് കഴിയത്തില്ല. അതുപോലെ ശബ്ദസ്പർശാദി വിഷയങ്ങളെ ഈ പ്രജ്ഞാനത്തിൽ നിന്നും വേറിട്ട് കാണാൻ അവന് കഴിയുന്നില്ല. അതിലൂടെയും പറയുന്നത് ചേതനാഭാസ ആത്മാനാത്മത്വ ലക്ഷണം കാര്യകാരണ രൂപേത മിഥോ അപേക്ഷാശ്രയം തമഹ. ഇവിടെ ചേതന ആഭാസമുണ്ട്. ചേതനത്തിന്റെ പ്രതീതിയുണ്ട്, ചൈതന്യ പ്രതീതിയുണ്ട്. തന്നെ ചേതനനായി അറിയുന്നു. ഒരു ജീവൻ തന്നെ അറിയുന്നത് ചേതനായിട്ടാണ്. അപ്പൊ ചേതന പ്രതീതിയുണ്ട്. അവിടെ ജഡപ്രതീതിയുണ്ട്. ഞാൻ ചേതന സ്വരൂപനാണ്. പക്ഷെ ഈ എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം ജഡങ്ങളാണ്. മേശ ജഡമാണ്, പുസ്തകം ജഡമാണ്. അപ്പോൾ തന്നെ സംബന്ധിച്ച് തനിക്ക് ചേതന പ്രതീതിയുണ്ട്, ജഡപ്രതീതിയുണ്ട്. രണ്ടും ആഭാസമാണ്. രണ്ടിനും തുല്യസ്ഥാനം തന്നെ. രണ്ടും ചിത്തിന്റെ ആഭാസമാണ്, തുര്യന്റെ ആഭാസമാണ്. തുര്യന്റെ രണ്ട് കിരണങ്ങളാണ്, രണ്ട് രൂപത്തിലാണ്. സൂര്യന്റെ പ്രകാശം പല വർണ്ണത്തിൽ കാണുന്നുണ്ടല്ലോ, ഒരു വർണ്ണത്തിലല്ല, പല വർണ്ണത്തിൽ, സപ്തവർണ്ണങ്ങളിലും കാണുന്നുണ്ട്. അതുപോലെ ചേതനന്റെ ആഭാസം ആയിരിക്കുന്നു ഈ ചൈതന്യവും ഈ ജഡയും. ഈ ചേതനായ ഞാൻ, ജഡമായ എന്റേത്. ഇത് രണ്ടും അനാത്മത്വ ലക്ഷണം. അതിലെ ചേതന പ്രതീതിയെ ഞാൻ പറയുന്നു ആത്മാവ് എന്ന് പറയുന്നു. അചേതന പ്രതീതിയെ ഞാൻ പറയുന്നു അനാത്മാവ്. ഇത്രയേ ഉള്ളൂ ആത്മാവ് അനാത്മാവെന്ന് പറഞ്ഞു. ഒരേ ഒരു ചൈതന്യം അതിന്റെ ശക്തിവിശേഷം കൊണ്ട്, അതിന്റെ ആഭാസവിശേഷം കൊണ്ട് ചേതനനായി ആഭാസിക്കുമ്പോൾ, പ്രകാശിക്കുമ്പോൾ നമ്മൾ എന്താ ഇത് ചൈതന്യമാണ്, അല്ലെങ്കിൽ ഇത് ചൈതന്യം ഉള്ളതാണ്. അതിന്റെ തന്നെ മറ്റൊരു ആഭാസവിശേഷം കൊണ്ട് അത് നാമരൂപാത്മകമായി പ്രകാശിക്കുമ്പോൾ നമ്മൾ ഇത് ജഡമാണ്. ചേതനാജാതനാഭാസം ആത്മാനാത്മത്വ ലക്ഷണം ആത്മാവായും അനാത്മാവായും. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വാസ്തവത്തിൽ ചിത്തും ജഡവും അങ്ങനെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. രണ്ടായിട്ടൊന്നും പിരിക്കാൻ വയ്യ. ഇങ്ങനെ പ്രതീതമാകുന്നുണ്ടെങ്കിലും കാര്യകാരണ രൂപേണ മിഥു അപേക്ഷാശയം തമ. കാര്യകാരണ രൂപത്തിൽ ഇതിങ്ങനെ പ്രതീതമാകുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അതിസൂക്ഷ്മമായ തന്മാത്രകൾ, അവിദ്യാരൂപങ്ങളായ ഭൂതങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതെല്ലാം, ഈ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം, ഇതെല്ലാം കാര്യകാരണ രൂപത്തിൽ, ആത്മാനാത്മത്വ രൂപത്തിൽ ഈ പ്രകടമാകുന്നത് ചേതനത്തിന്റെ ആഭാസമാണ്. ചേതന അചേതനാഭാസം. ആ ചേതനം തന്നെ ആഭാസം കൊണ്ട് സ്വയം അചേതനമായി വരുന്നു. മിഥ അപേക്ഷാശ്രയം. ഇത് പരസ്പരം, കാര്യകാരണങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ടല്ലോ. ഒന്നിൽ നിന്നൊരു കാര്യം വരുമ്പോഴേ നമുക്കതിന് കാരണമെന്ന് പറയാൻ പറ്റും. ആ കാരണത്തെ ആശ്രയിച്ചു വരുന്നതുകൊണ്ടാണ് അന്യതിനെ കാര്യമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ പരസ്പരം ആശ്രയിക്കുന്നതാണ്. തമഹ, തമസ്സാണ്. മുമ്പ് മായ എന്ന് പറഞ്ഞവരിവിടെ പറയുന്നത് തമസ്സാണ്. മായ, തമസ് എന്നെല്ലാം പറയുന്നത് സാങ്കേതികമായി അദ്വൈതത്തിൽ വേറെ വേറെയൊക്കെ വ്യാഖ്യാനിക്കും.
ഇവിടെ പൊതുവായി പറയുകയാണ്. ഇവിടെ പറയുന്നു ചിദാഭാസ വൈശിഷ്ട്യം അനേക രൂപബന്ധം സ്വഭാവം വിശദീകുർവാണ ചിദാഭാസ വൈശിഷ്ട്യം. ഇത് ചിദാഭാസ വൈശിഷ്ട്യം. അപ്പോ ചൈതന്യം ഒന്ന് വേറെയാണ്, ജഡം മറ്റൊന്ന് വേറെയാണെന്ന് നമുക്ക് അനുഭവം ഉണ്ടെങ്കിലും, ഞാൻ ചേതനാണ്, ശരീരം ജഡമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും, ഇതാ ചിത്തന്റെ തന്നെ ആഭാസ വൈശിഷ്ട്യമാണെന്ന് പറയും. ആ ചിത്ത് തന്നെ ഇങ്ങനെ. അപ്പൊ ഇവിടെ ചിത്തെന്നും ജഡമെന്നൊന്നും വേർതിരിക്കാൻ കഴിയില്ല ആത്യന്തികമായിട്ട്. സ്ഥൂലമായ രീതിയിലുള്ള വിശദീകരണങ്ങളാണ്. അതിന് വിശദീകരിക്കുന്ന അസംബന്ധമൊന്നല്ല. പരമാർത്ഥത്തെ ആദ്യമേ പറഞ്ഞാൽ നമുക്കത് ഗ്രഹിക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് ആ പരമാർത്ഥത്തിലേക്കുള്ള ഉപായം എന്നുള്ള നിലയ്ക്ക് ആദ്യം ചിത്ത് ഇന്നത്, ജഡമിന്നത് എന്നെല്ലാം വിശദീകരിക്കുന്നു. ആത്യന്തികമായിട്ട് എന്താണ്? ഇത് രണ്ടും ചേതനാഭാസം ചിദാഭാസ വൈശിഷ്ട്യം, രണ്ടും ആ ചിത്തിന്റെ തന്നെ ആഭാസം. ഒരേ ഒരു സത്യത്തിന്റെ പ്രകാശമാണ്. നല്ല അദ്വൈതം സിദ്ധിക്കുക. അല്ല ഇവിടെ രണ്ടുണ്ടായ അദ്വൈതം പറയാൻ പറ്റും? ഇല്ല. അതാണ് സത്യം, ഇതാണ് പരമാർത്ഥം. ഇതിനെ ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ചാലും, ഇതിനെന്തെല്ലാം ഭാഷ്യങ്ങളുണ്ടാക്കിയാലും പരമാർത്ഥം ഇതാണ്. എന്താണ്? ഒരു ചിത്ത്. അത് സ്വാനുഭവമാണ്. ഇതൊരു ശാസ്ത്രത്തിൽ പറയുന്നത് സ്വന്തം അനുഭവമാണ്. ഓരോ ജീവന്റെയും അനുഭവമാണ്. എന്താണ്? ആ ചിത്ത് തന്നെ ഇങ്ങനെ പ്രകാശിക്കുന്നു. ആ ചിത്തിൽ വെളിവാകുന്നതാണ് ചിത്തും ജഡവും എല്ലാം. അപ്പൊ അത് ആ ചിത്ത് തന്നെയാണ്, മറ്റൊന്നല്ല. കാര്യകാരണതാം യാതാത്മാപ്യവം തമോവശാ. ഈ ആഭാസ വിശേഷം കൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. പിടികിട്ടാത്തതുകൊണ്ടാണ് ഇതിന് തമസ്സെന്ന് പറയുന്നത്. പിടികിട്ടിയ പിന്നെ ഇത് തമസ്സല്ല. ഇത് കരതലാമലകം പോലെ സ്പഷ്ടമെന്ന് പറയും. ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ സ്പഷ്ടമാണ്. സ്പഷ്ടമാകേണ്ട കാര്യമാണ്, സ്പഷ്ടമാകുന്ന കാര്യമാണ്. പക്ഷെ അത് സ്പഷ്ടമാകുന്നില്ല, എനിക്കത് മനസ്സിലാകുന്നില്ല, എനിക്ക് പിടികിട്ടുന്നില്ല, എനിക്കറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഇത് തമസ്സാണ്. കാര്യകാരണതാം യഥാത്മാ. ആരാണ് ഇത് ശ്രവിക്കുന്നവൻ, ആരാണ് ഇതിനെക്കുറിച്ച് മനനം ചെയ്യുന്നവൻ? അവൻ തന്നെ. കാരണം അവന്റെ ആത്മാസ്വരൂപം എന്ന് പറയും. അവൻ തന്നെ ഇതായി മാറിയിരിക്കും. ഇതെന്താ മനസ്സിലാക്കാൻ പ്രയാസം? തമോവശ. അങ്ങനെ മാറിയതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പറയുക അവിടെ തമസ്സുണ്ട്. അല്ല, ഇത് ആ ആത്മാ തന്നെയാണ് നാനാരൂപത്തിൽ നിൽക്കുന്നത്. അക്കാര്യത്തിൽ തനിക്കൊരു സംശയം ഇല്ലെങ്കിൽ പിന്നെ അവിടെ തമസ്സില്ല. സ്വാഭാസൈർ ബഹുധാമി. വീണ്ടും പറയുന്നു സ്വാഭാസൈഹി. അതിന്റെ തന്നെ ആഭാസമാണ്. ആഭാസം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നു. സൂര്യഗോളവും അതിന്റെ പ്രകാശവും പോലെ, അഗ്നിയും അതിന്റെ നാളങ്ങളും പോലെ, അതാണ് ആഭാസം. ഇതെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധം അത്രയേ ഉള്ളൂ. ചിത്തെന്നും ജഡമെന്നും എല്ലാം പറയുന്നതിന്റെ പരസ്പര ബന്ധം അതുപോലെയാണ്. സ്വാഭാസഹി. ഈ പ്രജ്ഞാനത്തിൽ നിന്ന്, പ്രജ്ഞാനഘനമായിരിക്കുന്ന തന്നിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ പ്രജ്ഞാനം തന്നെ മറ്റെന്തുണ്ടാകും? സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന നുരയായാലും പതയായാലും തരംഗമായാലും തിരയായാലും എന്തായാലും അത് ജലം തന്നെയാണ്. ചോദിക്കൂ, അത് ജലം തന്നെയാണെങ്കിൽ അത് പിന്നെ ഇങ്ങനെ തിരയായും നുരയായും ഒക്കെ എന്താ വരുന്നുണ്ട്? തനിക്കെന്താ നഷ്ടം? തനിക്ക് വല്ല നഷ്ടമുണ്ടോ അങ്ങനെ വരുന്നതിന്? ചോദിച്ചതൊന്നും എന്തോ തനിക്കെന്തോ വലിയ നാശം വരുന്നു. സമുദ്രത്തിൽ തിരകൾ വരുന്നതുകൊണ്ട് എന്താ നഷ്ടം? സമുദ്രത്തിന് വല്ല നഷ്ടമുണ്ടോ? കാണുന്ന നിനക്ക് വല്ല നഷ്ടമുണ്ടോ?
അതിന്റെ സ്വഭാവം അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദിക്കുന്നത് കേട്ടാൽ എന്തോ അബദ്ധം പറ്റിയതോ, സമുദ്രത്തിൽ തിരയുണ്ടായി എന്തോ ഒരു വലിയ അബദ്ധം സംഭവിച്ചാണ്. ഒരബദ്ധമില്ല, അത് അതിന്റെ സ്വഭാവമാണ്, അത് സഹജമായി സംഭവിക്കുന്നു. ഒന്നതിന്റെ സ്വഭാവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചിട്ട് വല്ല അർത്ഥമുണ്ട്? ഇവനെന്താ ഇങ്ങനെ ആയിപ്പോയതോ, അവന്റെ സ്വഭാവമാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, അവനെ പഴിച്ചിട്ട് കാര്യമുണ്ട്. സ്വഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ സമാധാനം വരും, ഇനി അവൻ ശരിപ്പെടത്തില്ല. എന്തുകൊണ്ടാണ്? അവന്റെ സ്വഭാവമാണ്. പിന്നെ ആരെങ്കിലും അതിനെക്കുറിച്ച് പരിതപിക്കാറൊന്നുമില്ല. അഗ്നി എന്താ ചൂടായിരിക്കുന്നത്? അതെന്റെ സ്വഭാവമാണ്. ആരെങ്കിലും നിലവിളിക്കാറുണ്ടല്ലോ, അഗ്നി ഇങ്ങനെ ചൂടായി പോയല്ലോ, അതങ്ങനെ ആകാൻ പാടില്ല, അതിന് ഹിമം ഇങ്ങനെ ശീതമായി പോയല്ലോ, ആരെങ്കിലും അതിന് പരാതിപ്പെടാറുണ്ടോ? വസ്തു സ്വഭാവത്തിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിച്ചിട്ടോ പരാതിപ്പെട്ടിട്ടോ കാര്യമുണ്ടോ? അങ്ങനെ ആയതെന്തെന്ന്. അതുപോലെ ചിത്തിന്റെ ആഭാസമാണിത്. അതിനെക്കുറിച്ച് എന്താ ചോദിക്കാൻ? അതെന്താ പരാതിപ്പെടാൻ എന്താ ഉള്ളത്? അതാണെന്ന് ബോധ്യം വരുന്നവൻ. അതിലൂടെ പറയുന്നത് സ്വഭാസീർ ബഹുതാമേരി, ആ ചിത്തിന്റെ തന്നെ ആഭാസമാണ്. അതുകൊണ്ട് ബഹുത്വം വരുന്നു മനോബുദ്ധ്യാദ്യുപാധിഭി, മനോബുദ്ധ്യാദ്യുപാധികളെ കൊണ്ട്. അതുകൊണ്ട് ഇതിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടോ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടോ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയാം. വലിയ സാമർഥ്യം പോലെ ചോദിക്കാറില്ലേ? അങ്ങനെ ചിത്ത് അതേക സ്വഭാവമാണ്, സച്ചിദാനന്ദമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഇതെല്ലാം എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ ഇവനെന്തോ നഷ്ടമുണ്ടായി എന്നുള്ളതാണ്. തനിക്കെന്താ അതുകൊണ്ട് നഷ്ടം? ചിത്തിൽ നിന്നതെല്ലാം ഇങ്ങനെ പ്രകടമാകുന്നതിലെന്താ? ആർക്കാ നഷ്ടം? ചിത്തിനില്ലാത്ത നഷ്ടമാണോ തനിക്ക്? എങ്ങനെയാ വരുന്നത്? അതിലെന്തോ പൊരുത്തക്കേട് തോന്നുന്നത് അത് ചിത്തിന്റെ ആഭാസമാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇത് രണ്ടാമത് മറ്റെന്തോ ഒന്നാണെന്ന് ധരിക്കുന്നവനാണ് ചോദ്യം ചോദിക്കുന്നത്. നിർഗുണത്തിൽ നിന്നെങ്ങനെ സഗുണമുണ്ടായി എന്നൊക്കെ ചോദിക്കും. നിർഗുണത്തിൽ നിന്നുണ്ടായി എന്തോ ഒരു രണ്ടാമതൊരു സാധനം ഉണ്ടായി, അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില കൽപ്പനകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ്, പാഴ്ബുദ്ധി കൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ഒന്നില്ല. ഇവിടെ പറയുന്നു എന്താണ്? സ്വഭാസീർ ബഹുതാമേരി. അതിനെക്കുറിച്ചൊന്നും വെറുതെ ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയേണ്ട കാര്യമില്ല, അതിൽ അസ്വസ്ഥനാകേണ്ട കാര്യമില്ല, അതിലെന്തെങ്കിലും യുക്തിഭംഗത്തെ കണ്ടെത്തേണ്ട കാര്യമില്ല. ആ ചിത്ത് തന്നെയാണ് ഇങ്ങനെ ആഭാസിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു സമാധാനം കൂടിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ തമോഹേതു സമുത്ഥാനം ന മിഥ്യാഗ്രഹാത്മകം മിഥ്യാജ്ഞാനം തമക്കുർവത് ഈദൃഗേവ കരുവതി തത്. അല്ലേ? അങ്ങനെയാണ്. ഒരാൾക്കൊരു ദുർവാശിയാണ്, നീ ഇത് ഇങ്ങനെ കിലുക്കി ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിച്ചു. പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്. അവന് സമാധാനപ്പെട്ടു. സമാധാനപ്പെടുന്നില്ല, സമാധാനപ്പെടുത്താൻ ശ്രമിച്ചിട്ട് സമാധാനപ്പെടുന്നില്ല, അത്ര സമാധാനവും വരുന്നില്ല. അവൻ പറഞ്ഞു ശരി, എന്നാൽ നീ ഇനി ശബ്ദം ഉണ്ടായിക്കോ. പറയുന്നു പോരാ, എനിക്ക് ഇന്നലെ ശബ്ദം ഉണ്ടാകും എന്ന് പറഞ്ഞ അതുപോലെയാണ് ഈ വാശി. അങ്ങനെ ഒരു വാശിയുണ്ടെങ്കിൽ തമോഹേതു സമുദ്ധാനം. നിന്റെ ഈ വാശിക്കൊരു സമാധാനമേ ഉള്ളൂ. എന്താണ്? നിന്റെ തമസ്, നിന്റെ വിവരക്കേട്. അതാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള കാരണം. ഇതിന് അന്യമായി കണ്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ പ്രജ്ഞാനഘനത്തിൽ നിന്ന് അന്യമായി നാമരൂപങ്ങൾ എങ്ങനെ ഉണ്ടായി? അത് പ്രജ്ഞാനഘനമല്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം വിവരക്കേട്. അല്ല, വേറൊന്നും പറയാനില്ല. തമോ ഹേതു, തമസാണ് അതിന് ഹേതു. സമുത്ഥാനം എന്താണ്?
ന വേദ്മീത്യാഗ്രഹാത്മകം. അതാണ് ഞാൻ പറഞ്ഞത്. വാശി പിടിക്കുകയാണ്. ശ്രുതി സമാധാനിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഈ ചിത്തിന്റെ ആഭാസമാണ്. പക്ഷെ താൻ വാശി പിടിക്കണം. എന്താണ്? ഇല്ല, എനിക്ക് ഇന്നലെ കിളിക്കണം. ന വേദ്മീത്യാഗ്രഹാത്മകം. ഇതൊരാഗ്രഹമാണ്, ദുരാഗ്രഹമാണ്. സത്യത്തെക്കുറിച്ച് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നതാണ്. അത് നിരപേക്ഷമായി പ്രകാശിക്കുന്നതാണ്. അതിനാരുടെയും അംഗീകാരം ആവശ്യമില്ല. ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. സ്വയം പ്രകാശിക്കുന്ന ഒരു തത്വത്തെ ആർക്കെങ്കിലും വെളിപ്പെടുത്താൻ പറ്റും. ശ്രുതിക്ക് വെളിപ്പെടുത്താൻ പറ്റും, ഗുരുവിന് വെളിപ്പെടുത്താൻ പറ്റും, ഗുരുവിന്റെ വാക്യത്തിന് വെളിപ്പെടുത്താൻ പറ്റും, അന്വേഷിക്കുന്നവന് വെളിപ്പെടുത്താൻ പറ്റും. കാരണം അത് വെളിപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? ഉണർന്നിരിക്കുന്നവനെ എങ്ങനെയാണ് ഉണർത്തുന്നത്? അത് സാധ്യമല്ല. ഈ തത്വത്തെ അങ്ങനെ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണർവിൽ തന്നെയാണ്. അവനൊരിക്കലും ഉറക്കത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ തത്വം തന്നെയാണ് സർവരും. അതുകൊണ്ട് സർവരും ആ ഉണർവിൽ തന്നെയാണ്. അതുകൊണ്ടല്ലേ അവർ നിത്യമുക്ത ശുദ്ധ ബുദ്ധനായിരിക്കുന്നു. അങ്ങനെ ആയിരുന്നിട്ടും കൃത്രിമമായി ഒരാഗ്രഹത്തെ പറയുകയാണ്. ഞാനിതറിയുന്നില്ല. ന വേദ്മീതി ആഗ്രഹാത്മകം. ഇത് വെറും ഒരു ദുരാഗ്രഹം മാത്രമാണ്. ഈ തത്വജ്ഞാനം യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. അനായാസസിദ്ധമായ കാര്യമാണ്. കണ്ണു തുറക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ശ്രമം ആവശ്യമുള്ള ജോലിയാണ്. കണ്ണു തുറക്കുന്നതിനൊരു ശ്രമം ആവശ്യമില്ല. കണ്ണു തുറന്നാൽ കാണും. അപ്പോൾ കാണുക എന്ന് പറയുന്നത് ശ്രമം ആവശ്യമുള്ള കാര്യമല്ല. അത് സഹജമാണ്. പക്ഷെ ഒരാൾ കണ്ണ് ഒന്ന് മുറുകെ അടച്ചിട്ട് പറയുന്നത് ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ, അതുപോലെ ന വേദ്മീതി അറിയുന്നില്ല എന്നുള്ള ഒരാഗ്രഹമാണ്, ഒരു നിർബന്ധമാണ്. ഒരു കുഞ്ഞിന്റെ നിർബന്ധം പോലെ അവന്റെ അവിവേകം കൊണ്ടവൻ നിർബന്ധം പിടിക്കുന്നു. അതുകൊണ്ടിതിനെ അറിയുന്നതിനല്ല, ഇത് അറിയുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ വാശി പിടിക്കുന്നത്. അറിയുന്നതിനൊരു വാശിയുടെ ആവശ്യമില്ല. അത് സഹജമായി തന്നെ അത് പ്രകാശിച്ചു. മറിച്ച് അറിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ വാശി പിടിക്കും. ഒരാൾ പറയുന്നു എനിക്കിത് ശരിയാകത്തില്ല, എനിക്കിത് ബോധിക്കത്തില്ല, എനിക്കിത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒന്നല്ല ഇത്. ഇത് ഹിമാലയത്തിൽ കയറുന്നത് പോലെ ക്ലേശപരമായ ഒരു കാര്യമെന്നല്ല ഇവിടെ പറയുന്നു. മറിച്ചാണ് ഇതറിയാതിരിക്കുന്നതാണ് ആഗ്രഹം, ദുരാഗ്രഹം. സഹജമായിരിക്കുന്ന കാര്യത്തിൽ എന്തിനങ്ങനെ ഒരു ദുരാഗ്രഹത്തെ സൃഷ്ടിക്കുന്നു? അത് സൃഷ്ടിക്കാൻ കാരണം കണ്ണിന് അനായാസമായി തുറക്കുന്നതിനുള്ള ശേഷി സഹജമായി തന്നെ ഉണ്ടെങ്കിലും അത് അടച്ചിട്ട് ഒരാൾക്ക് കാണാതിരിക്കും. അതുപോലെയുള്ളത് എന്ന വേദ്മീത്യാഗ്രഹ. ഞാനീ പറയുന്നതിന്റെ വാച്യാർത്ഥമല്ല, അതിന്റെ താല്പര്യത്തെ പറയുക. വാച്യാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും കിട്ടാതെ. മിഥ്യാജ്ഞാനം തമക്കുറുവൻ, തമഹ മിഥ്യാജ്ഞാനം കുറുവൻ. ഈ ദുരാഗ്രഹം എന്ന് പറയുന്ന ഈ തമസ്, ഈ കണ്ണടയ്ക്കൽ, സഹജമായി തുറക്കേണ്ടതിനെ അടച്ചു പിടിക്കുക. അടച്ചു പിടിക്കുന്നതിന് നമുക്ക് യത്നം ആവശ്യമാണ്. കണ്ണു തുറന്നിരിക്കുക, ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയത്തില്ല. പക്ഷെ കണ്ണടച്ചിരുന്ന് നോക്കുക, കുറച്ച് സമയം കണ്ണ് വേദനിക്കും. ഈ തമസ് മിഥ്യാജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഈ ദുരാഗ്രഹം ആണ് ഈ മിഥ്യാജ്ഞാനത്തെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഈ ശരീരമാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ് എന്ന് ശരീര ഇന്ദ്രിയ മനോസംബന്ധിയായിട്ടുള്ള നാനാജ്ഞാനങ്ങൾ, അതാണ് മിഥ്യാജ്ഞാനം. അതിനെന്തുണ്ടാകുന്നു? ഈ തമസ്സുണ്ടാകുന്നു എന്നാണ്. അതായത് എന്റെ മുമ്പിൽ ഇവിടെ ആരൊക്കെ ഇരിക്കുന്നു, എന്തൊക്കെ ഇരിക്കുന്നു എന്നുള്ള കണ്ണു തുറന്നാൽ എനിക്ക് കാണാം. പക്ഷെ ഞാൻ കണ്ണടച്ചിട്ട് ഉള്ളിൽ ഭാവന ചെയ്യുന്നു,
കണ്ണ് തുറന്നു കാണേണ്ട കാര്യത്തിന് പകരം കണ്ണടച്ചിട്ട് ഭാവന ചെയ്യുന്നതാണ് നമ്മുടെ ഈ ആത്മീയതയല്ല. കണ്ണ് തുറന്നു കണ്ടാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ കണ്ണടച്ചിട്ട് ഭാവന ചെയ്താൽ പ്രശ്നം തീരുമോ? കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുളായി. പിന്നെ ഇരുട്ടിലെ ഭാവനകളെല്ലാം ഭൂതപ്രേത പിശാചുക്കളെല്ലാമായി. അത് രാഗദ്വേഷാദികൾ ഭയകമ്പാദികളെയൊക്കെ ഉണ്ടാക്കും. ഇതിനാണ് സംസാരം എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ണടച്ച് കാണുന്ന കാഴ്ചയാണ്. കണ്ണ് തുറന്നു കാണേണ്ടതിന് പകരം കണ്ണ് തുറന്ന് ഇതെല്ലാം എനിക്ക് വ്യക്തമായി, ഇവിടെ ആരെന്ത്, പിന്നെ എനിക്ക് ഭാവനയുടെ ആവശ്യമില്ല, സങ്കല്പങ്ങളുടെ ആവശ്യമില്ല. അതിന് പറയുന്നു പ്രത്യക്ഷസിദ്ധം അപരോക്ഷസിദ്ധം. കണ്ണ് തുറന്നാലെല്ലാം അപരോക്ഷസിദ്ധമായി. അങ്ങനെ അപരോക്ഷസിദ്ധമായിരിക്കുന്ന ഒരു കാര്യത്തെ മനഃപൂർവ്വം കണ്ണടച്ച് മറച്ചിട്ട് ഭാവനയിലൂടെ കാണും. എന്നിട്ട് അതിന് പറയും അതാണ് ആത്മീയത. ആത്മീയത എന്ന് പറഞ്ഞ് തലകുത്തി മറിയുന്നു, പെടലി ഒടിയുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നതല്ല തമക്കുറുവത് തമഹ ഈ മിഥ്യാജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഈദൃഗേവ കരുവ. അപ്പൊ ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട ആത്മീയതയിൽ. ഈദൃഗേവ കരുവ. ഇതൊക്കെ എങ്ങനെയാണോ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ആ തമസ് ചെയ്യുന്നു. ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലെന്നാണ്. ഇതാണ് പണിയെങ്കിൽ, കയ്യിലിരിക്കുന്ന വേല ഇതാണെങ്കിൽ, കണ്ണടച്ചിട്ട് ഭാവന ചെയ്യുക എന്നുള്ളതാണ് സ്വഭാവമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതിനൊന്നും ഒരു മാറ്റവും വരത്തില്ല. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ മാറ്റം വരത്തില്ല. കാരണം കണ്ണടച്ചിട്ടാണ് അഭ്യാസങ്ങൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, ഭഗവാൻ പറഞ്ഞാണ് ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ, ആ വിവേകമുള്ളവൻ. അല്ലെങ്കിൽ ഇതിങ്ങനെ ബഹുജന്മങ്ങൾ കടന്നുകൊണ്ടുപോകും. അവിദ്യാകാര്യബുദ്ധിസ്ഥ പ്രത്യേകാഭാസരൂപവൻ ബുദ്ധി ഇത്യാദി സമുത്ഥാനം ഭണ്യതേ പരമാത്മനഃ. അവിദ്യാകാര്യബുദ്ധിസ്ഥ പ്രത്യേകാഭാസരം, അത് തന്നെയാണ് ഈ പറഞ്ഞ കാര്യമില്ലല്ലോ. ഒന്ന് അവിദ്യ, ഈ തമസ് എന്നുവെച്ചാൽ കണ്ണടയ്ക്കുക. പിന്നെ അവിദ്യാകാര്യ ബുദ്ധിസ്ഥ പ്രത്യേകാഭാസം, പിന്നെ ഭാവനകൾ. ഭാവനകളെന്ന് പറയുന്നത് അറിവാണല്ലോ. കണ്ണ് തുറന്നിരുന്നാലും കണ്ണടച്ചിരുന്നാലും അറിവുണ്ട്. അറിവിന് തകരാറൊന്നുമില്ല. രണ്ട് അറിവിന്റെയും സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. കണ്ണ് തുറന്നിരുന്നാൽ അതിന് നമ്മൾ പ്രത്യക്ഷം അപരോക്ഷം എന്ന് പറയും. കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഭാവനകൾ, കൽപ്പനകൾ, ഈ രണ്ടു തരത്തിലാണ്. ഇവിടെ പറയുന്നു അവിദ്യാകാര്യ, കണ്ണടച്ചു കഴിഞ്ഞാൽ അവിദ്യാകാര്യമായി എന്തു വരുന്നു? ബുദ്ധിസ്ഥ പ്രത്യേകാഭാസം. പിന്നെ ബുദ്ധിയിൽ വരുന്ന പ്രത്യേകാഭാസങ്ങൾ, പരമാർത്ഥത്തിന്റെ പ്രതീതികൾ. അതാണ് എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇന്നതാണ്, ഞാൻ നേരിട്ട് കാണുന്നത് പരമാർത്ഥം. കണ്ണടച്ചിട്ട് ഇതിനെക്കുറിച്ചുള്ള കൽപ്പനകൾ, ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള പ്രതീതികൾ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പരമാർത്ഥത്തെക്കുറിച്ചുള്ള പ്രതീതികൾ എന്ന് പറഞ്ഞാൽ ഈ തത്വത്തെ ഗ്രഹിക്കാതിരിക്കുന്നിടത്തോളം കാലം അവിദ്യാകാര്യ ബുദ്ധിസ്ഥ പ്രത്യേകാഭാസരൂപ. അതുകൊണ്ട് എന്ത് വരുന്നു? ബോധ ഇത്യാദി സമുത്ഥാനം ഭണ്യതേ പരമാത്മനഃ. അതുകൊണ്ട് കണ്ണടച്ചിട്ടിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഭാവന ചെയ്യുകയാണെങ്കിൽ ഇവിടെ നാനാരൂപങ്ങൾ വരും. അതുപോലെ ഈ തത്വത്തെ എങ്ങനെയാണോ ശ്രുതിയും ആചാര്യനും വെളിപ്പെടുത്തുന്നത്, ആ വെളിപ്പെടുത്തുന്ന താല്പര്യത്തെ ഗ്രഹിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ എങ്ങനെ ഗ്രഹിക്കുന്നു? ബോധ, മന്ദ, വിജ്ഞാത, കർത്ത, സുഖി, ദുഃഖി, ഇങ്ങനെ നാനാതരത്തിൽ. ബോധ്യ ഇത്യാദി സമുദ്ധാനം. ഇതാണ് സമുദ്ധാനം എന്നിവിടെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു ഉണർവ്, പരമാർത്ഥമായ ഉണർവല്ല. അറിയുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ, ഇങ്ങനെ ഈ തരത്തിലുള്ള ഈ സമുദ്ധാനം ഇതെവിടെ? ഈ പരമാത്മാവിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ചിരിക്കുന്നത് കൊണ്ട്, ഈ തത്വത്തിന് ചെവി കൊടുക്കാത്തത് കൊണ്ട്.
ഈ തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട്, എന്താണോ ആചാര്യൻ അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് മനുഷ്യൻ, അതുകൊണ്ടാണ് ഈ അന്ധതയിൽ ഉഴലുന്നത്. ആ താല്പര്യത്തെ ഗ്രഹിക്കുന്നവനിൽ അന്ധതയില്ല. ശ്രോത സ്പൃഷ്ടേതി രൂപസ്യ തഥൈവ ഇന്ദ്രിയവൃത്തിഭി. ആന്തരികമായി ഇതെല്ലാം എന്റെ മുമ്പിലൊരു വസ്തു ഇരിക്കുന്നു, പുസ്തകം തന്നെ ഇരിക്കുന്നു. എനിക്കിത് കണ്ണു തുറന്ന് കാണാം, സംശയരഹിതമായി അനുഭവിക്കാം. പക്ഷെ അന്ധനാണെങ്കിലോ, അന്ധനാണെങ്കിൽ പിന്നെ ഈ ശരീരത്തെ ആശ്രയിക്കേണ്ടി വരും, ബാഹ്യമായ കർണത്തെ ആശ്രയിക്കേണ്ടി വരും. അവനെ സ്പർശിച്ച് അറിയേണ്ടി വരും ഇന്നതാണ് അന്ധനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഉള്ളിലെ അന്ധകരണം കൊണ്ട് തന്നെ അവൻ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ബാഹ്യമായ ജ്ഞാനം ഉണ്ടാകും. മറ്റേത് കണ്ണ് തുറന്ന് കാണേണ്ട സ്ഥാനത്ത് അതില്ലാതെ വന്നപ്പോൾ ബാഹ്യമായ ഉപായങ്ങളിലൂടെ അറിയേണ്ടി വരുന്നു. അതുപോലെ ശ്രോത സ്പഷ്ടേതി രൂപസ്യ തഥൈവ ഇന്ദ്രിയവൃത്തിഭി. ഇന്ദ്രിയവൃത്തികളിലൂടെ, മനസ്സുകൊണ്ടല്ല, കണ്ണടച്ച് ഭാവന ചെയ്യുന്നതല്ല, ഇന്ദ്രിയവൃത്തികളിലൂടെയും ഇതുപോലെ തന്നെ അറിയുന്നു. എങ്ങനെ തന്നെ താൻ ശ്രോത, ഞാൻ കേൾക്കുന്നവനാണ്. ചെവി ശബ്ദത്തെ സ്വീകരിക്കുമ്പോൾ പറയുന്നു ഞാൻ കേൾക്കുന്നവനാണ്. ത്വക്ക് സ്പർശത്തെ സ്വീകരിക്കുമ്പോൾ പറയുന്നു ഞാൻ എന്താ സ്പർശിക്കുന്നവനാണ്. മൂക്ക് ഗന്ധത്തെ സ്വീകരിക്കുമ്പോൾ പറയുന്നു ഞാൻ ഘ്രാതാവാണ്. ഇങ്ങനെ പലതരത്തിൽ ഇത് സ്വീകരിക്കുന്നു. അത് ബഹിർമുഖമായി അങ്ങനെയുണ്ട്. കണ്ണടച്ച് ഭാവന ചെയ്യുന്നവരുമുണ്ട്, കണ്ണ് തുറന്ന് ഭാവന ചെയ്യുന്നവരുണ്ട്. മുമ്പിലിരിക്കുന്ന വസ്തുവിനെ വസ്തുസ്വരൂപത്തിൽ ഗ്രഹിക്കാതെ അതിനെ സംബന്ധിച്ച് ഭാവനാലോകത്തിലേക്ക് പോകുന്നവരുമുണ്ട്. നമ്മളൊരു വ്യക്തിയെ കാണുന്നു നമ്മുടെ മുമ്പിൽ. ആ വ്യക്തി ആരാണെന്ന് നമുക്കറിയത്തില്ല, അപരിചിതനാണ്. എന്നാലും അവനെ സംബന്ധിച്ച് നമുക്ക് ഒരു പരിചയമില്ലാത്തയാൾ, അതിനെ സംബന്ധിച്ച് നമുക്ക് ഭാവന ചെയ്യാം, ഇയാൾ ശിഷ്ടനാണ്, ഇയാൾ ദുഷ്ടനാണ്. ഒരുവന്റെ ശിഷ്ടത ദുഷ്ടത എന്ന് പറയുന്നത് ഈശ്വരന് മാത്രം വെളിപ്പെടുന്ന കാര്യമാണ്, മനുഷ്യബുദ്ധിക്ക് വെളിപ്പെടുന്ന ഒരു കാര്യമില്ല. എന്നാലും കണ്ണു തുറന്ന് വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ ഭാവന ചെയ്യുന്നു അവൻ ശിഷ്ടനാണ്, മഹായോഗ്യനാണ്. മറിച്ച് പറയുന്നു അല്ലെ അവൻ മഹാമോശമാണ്. അപ്പോൾ കണ്ണു തുറന്ന് കണ്ടിട്ടും ഭാവനകൾ ചെയ്യുന്നു. ഇതുപോലെ അവിടെ എന്താ, ഇന്ദ്രിയവൃത്തിഭി, വസ്തുക്കളെ കണ്ട് ഭാവന ചെയ്യുന്നു. അങ്ങനെ അതുകൊണ്ട് എന്ത് വരുന്നു, അവിടെ അനുകൂല പ്രതികൂല ഭാവങ്ങൾ വരുന്നു. അനുകൂലമാണെങ്കിൽ തനിക്കത് സുഖമായി തോന്നുന്നു, അത് പ്രതികൂലമായി, തന്റെ കാഴ്ച പ്രതികൂലമാണെങ്കിൽ തനിക്ക് ദുഃഖമായി തോന്നുന്നു. സുഖി ദുഃഖി ഗൗരു ദ്വിജശ്ചേതി ശരീരോത്ഥാനത പരഹ. പറഞ്ഞല്ലോ, കണ്ണടച്ച് കാണുന്ന കഴിഞ്ഞു. ഇനി കണ്ണു തുറന്ന് കാണുമ്പോൾ തന്റെ ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ അറിയുന്നു എന്താണ് ദുഃഖി. മനസ്സിലുണ്ടാകുന്നു ഇതാണ്. ഒരു വിഷയത്തെ പ്രതികൂലമായി കാണുമ്പോൾ അത് കണ്ടതുകൊണ്ടാണ് ഉടൻ അവൻ എന്റെ ശത്രുവാണ്, ഇവിടെ ദുഃഖം വരുന്നു, ദുഃഖി എന്നുള്ളതാണ്. ഇനി ഗൗരഹ, തന്റെ ശരീരത്തെ തന്നെ, ശരീരത്തിൽ അത് സഹജമായി തന്നെ വന്നിരിക്കുന്ന ധർമ്മം, അത് വെച്ച് ഞാൻ ഗൗരം വെളുത്തവനാണ് എന്ന് പറയുന്നു, കറുത്തവനാണ്, തടിച്ചവനാണ്, മെലിഞ്ഞവനാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, യുവാവാണ്, വൃദ്ധനാണ്, ശിശുവാണ്, അങ്ങനെ നൂറുകണക്കിന് ശരീര സംബന്ധിയായി. അത് ഇതെല്ലാം ശരീരത്തിൽ സഹജമായി വന്നിരിക്കുന്ന ഓരോ ഭാവങ്ങളാണ്. ഈശ്വരസൃഷ്ടമായി ശരീരത്തിൽ വന്നു ചേർന്നതാണ്. അതിൽ അല്ലെങ്കിൽ തുരിയ സൃഷ്ടമായി വന്നു ചേർന്ന ആ തരത്തിൽ തന്നെ അഭിമാനിക്കുന്നു എന്നാണ്. അത് ഈ വിജ്ഞാനത്തിന്റെ ആഭാസരൂപത്തിൽ വന്നതാണെന്ന് പറയും. എന്നിട്ട് അതിൽ അഭിമാനിക്കുന്നു. ഇനി ദ്വിജസ്ഥ, അത് അങ്ങനെയല്ല. ആദ്യത്തെ രണ്ടും അനുഭവമാണ്. ദുഃഖി എന്ന് പറയുന്നത് അനുഭവമാണ്. പിന്നെ ഗൗരൻ എന്ന് പറയുന്നത്, വെളുപ്പെന്ന് പറയുന്ന അനുഭവമാണ്, അത് ശരീരത്തിൽ അനുഭവമാണ്. ദ്വിജനെന്ന് പറയുന്നതോ അത് വെറും ഒരു ആരോപമാണ്, അതുപോലെ അനുഭവമല്ല.
എങ്ങനെ ആരോപം വരുന്നു? ഒരു നൂലെടുത്തിരുന്നു, പിന്നെ തലമുടി ശകലം നീട്ടി വയ്ക്കുന്നു, പിന്നെ അർത്ഥമറിയാതെ ചില മന്ത്രങ്ങൾ പറയുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദ്വിജനാണ്. ഇത്രയും ആരോപിച്ചാണ്. ഇത് ശരീരത്തിൽ സഹജമായിട്ടുള്ളതാണോ? ഇന്നുപോലെന്ന് പറയുന്ന ശരീരത്തിൽ ഗൗരൻ എന്ന് പറഞ്ഞതുപോലെ സഹജമായിട്ടുള്ളതാണോ? അല്ല. ജനിച്ചപ്പോഴേ അതുണ്ടായിരുന്നു? ഇല്ല. ഈ മുടി നീട്ടി വളർത്തി നിലനിർത്തിയത് അത് സഹജമാണോ? അല്ല. കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ഈ മന്ത്രങ്ങൾ പഠിച്ചത് അത് സഹജമായിട്ടാണോ? അല്ല, അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ബാഹ്യമായ ചില ധർമ്മങ്ങളെ, തന്റെ ശരീരവുമായിട്ട് പോലും ബന്ധമില്ലാത്ത ധർമ്മങ്ങളെ എല്ലാം തന്നിലേക്ക് ആരോപിച്ചിട്ട് പിന്നെ അവിടെ പറയുന്നു ഞാൻ ദ്വിജനാണ്. ഇതെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞാൽ പിന്നെ ഒരു ദ്വിജനുമില്ല, ഒന്നുമില്ല. ഒന്ന് ആന്തരികമായി, അതാണ് ആദ്യം പറഞ്ഞത്, ദുഃഖി. അത് സ്വന്തം അനുഭവമാണ്. പിന്നീട് ശരീരത്തോട് ചേർന്ന് വരുന്നത് ഗൗരം എന്ന് പറയുന്നു. അത് ഈ ശരീരത്തുള്ളത് തന്നെയാണ്. പിന്നെ തന്റെ ഉള്ളിലുമില്ല പുറത്തുമില്ലാത്ത ഒരു സാധനം. അതാണ് ഈ ദ്വിജത്വം എന്ന് പറയുന്നത്. വെറുതെ ആരോപിച്ച അതിന് യാതൊരു അടിസ്ഥാനമില്ല. അങ്ങനെ പറയുന്നു. ദ്വിജത്വം എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല. ശുദ്ധ സംബന്ധമാണ്. അത് മനസ്സിലുള്ളതുമല്ല, ശരീരത്തിലുള്ളതുമല്ല, ബാഹ്യമായി ഇട്ടതാണ്. ഇങ്ങനൊരു നൂലിടുന്നത് കൊണ്ട് ഒരാൾ ദ്വിജനാവുമെങ്കിൽ ഒരു നായുടെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടാൽ അതും ദ്വിജനാവണ്ടേ? അതിനെയും വിളിക്കണ്ടേ ദ്വിജനെന്ന്? എന്തുകൊണ്ട്? എവിടെ ഇട്ടാലും ഇത് വരണം. കൃത്രിമമല്ല ഇത്. അപ്പോൾ കൃത്രിമമായ സാധനം എവിടെ കൊണ്ടിട്ടാലും പിന്നെ ഒരു മരത്തിൽ നൂല് കെട്ടിയാലും അതും ദ്വിജനാണ്. അപ്പം അത് ഇല്ലാത്തതാണ്. മറ്റു രണ്ടിനാണെങ്കിൽ അനുഭവത്തിലുള്ളതാണ്. ഇതാണെങ്കിലോ വെറുതെ അവിടെ ആരോപിച്ചു വെച്ചതാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നിൽ ആരോപിച്ചിട്ടും എന്നാൽ ഈ തമസ് കൊണ്ട് താൻ അനുഭവിക്കുന്നതുമായ കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? പരഹ എന്താണ്? ഈ ആഭാസം കൊണ്ട്, ഈ ആഭാസ അനുഭവത്തിന് ശേഷം ഇങ്ങനെ പലതരത്തിലും ഇങ്ങനെ ആരോപിക്കുന്നു എന്നർത്ഥം. ധനി ഗോമാൻ ദരിദ്രോവ ധനാദ്യർത്ഥാത്മസംഗതേഹി അതദ്വാനപി സമൂഹ യഥോക്താത്മകതാം അകാ പറയും. ഇനി അതുപോലെ വാസ്തവത്തിൽ ഇതൊന്നും തന്നിൽ എന്തെങ്കിലും ചിത്താണ്, അല്ലെങ്കിൽ ഞാൻ ചിത്തിന്റെ ആഭാസമാണ്, ഇതിനപ്പുറം മറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിലും ഇവനെന്താണ്? ധനി. എന്താ? തന്നിലിരിക്കുന്ന ധനം. അത് ബാഹ്യമായിട്ടുള്ളതാണ്. ഈ നൂല് ദേഹത്തിലിട്ടിട്ട് താൻ അതിൽ അഭിമാനിക്കുന്നത് പോലെയാണ്. ധനം അത് അന്യമാണ്, തന്നിൽ നിന്ന് അന്യമാണ്. ഗോമാൻ, പശുക്കളുണ്ട്, താൻ അതിൻ്റെയൊക്കെ ഉടയനാണ്. അതുപോലെ ഇതെല്ലാം പോകുമ്പോൾ ദരിദ്രോ, ബാഹ്യമായിട്ട് ദരിദ്രോവ ധനാദ്യ അർത്ഥാത്മസംഗതേഹി, ധനാദി വസ്തുക്കൾ അതുമായിട്ടുള്ള ഈ ബന്ധം മാനസികമായോ ശാരീരികമായോ കൃത്രിമമായിട്ട് യാതൊരു അടിസ്ഥാനമില്ലാതെ ഉണ്ടാക്കുന്ന ആ ബന്ധം, അതാണ് ധനാദി അർത്ഥ ആത്മസംഗതേഹി. ധനാദി വസ്തുക്കളുമായിട്ടുള്ള തന്റെ ബന്ധം അത് കൃത്രിമമാണ്. അതദ്വാനവി, ഇതൊന്നും വാസ്തവത്തിൽ ഇല്ലാത്തവനാണ്. ഇങ്ങനെ ഒന്നും ഇല്ലാത്തവനാണെങ്കിലും സമ്മോഹ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവന്റെ മോഹമാണ്, ചിദ്വിലാസമാണ്. യഥോക്ത ആത്മകഥാം അകാ, ഈ പറഞ്ഞ രീതിയിലെല്ലാം അവൻ മാറുന്നു. ഈ പറഞ്ഞതെല്ലാം സമുദ്ധായ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ്. എന്താണ് സമുദ്ധാനം? ചിത്തിന്റെ സമുദ്ധാനം ഏതുവരെ എത്തി, എവിടെ നിന്ന് തുടങ്ങി, എവിടെ എത്തിച്ചേർന്നു, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമുദ്ധായ സൈന്ധവ ഖില്യവൻ, യഥാഭ്യ സൂര്യചന്ദ്രാദി പ്രതിബിംബോ യഥാവാ സ്വച്ഛസ്യ സ്ഫടികസ്യ ആലക്തകാദ്യുപാദിഭ്യോ
രക്താദിഭാവ ഏവം കാര്യകരണ ഭൂതോപാദിഭ്യോ വിശേഷാത്മഖില്യഭാവേന സമുദ്ധായ സമ്യഗുദ്ധായ യേഭ്യോ ഭൂതേഭ്യ ഉത്ഥിതഃ താനി യഥാ കാര്യകരണ വിഷയാകാര പരിണതാനി ഭൂതാനി ആത്മനോ വിശേഷാത്മ ഖില്യഹേതുഭൂതാനി ശാസ്ത്രാചാര്യ ഉപദേശേന ബ്രഹ്മവിദ്യയാ നദീസമുദ്രവത് പ്രവിലാപിതാനി വിനശ്യന്തി. ആ സമുത്ഥാനം നശിക്കുന്നതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. സലിലഭേന ബുദ്ബുദാദിവത് തേഷു വിനശ്യസ്സു അനു ഏവ ഏഷ വിശേഷാത്മഖില്യഭാവ വിനശ്യതി. ഈ സമുത്ഥാനവും നശിക്കുന്നു ബോധത്തിൽ. യഥാ ഉദകാലക്തകാദി ഹേത്വപനയെ, ഈ ഹേതുക്കളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ സൂര്യ ചന്ദ്ര സ്ഫടികാദി പ്രതിബിംബോ വിനശ്യതി. ചന്ദ്രാദിസ്വരൂപമേവ പരമോർത്ഥതോ വ്യവതിഷ്ഠതേ, കേവലം ആ വസ്തുവായി തന്നെ വിളങ്ങുന്നു. തദ്വത് പ്രജ്ഞാനഘനം അനന്തരം അപാരം സ്വച്ഛം വ്യവതിഷ്ഠതേ. വിവേകത്തിൽ ഇതൊന്നും നിലനിൽക്കുന്നില്ല. ഈ കൽപ്പനകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. അതുകൊണ്ടടുത്ത് യാജ്ഞവൽക്യൻ പറയുകയാണ്, മഹദ്ഭൂതം അനന്തം അപാരം വിജ്ഞാനഘനേവ ഏതേഭ്യോ ഭൂതേഭ്യ സമുത്ഥായ എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഏതേഭ്യോ ഭൂതേഭ്യ സൂക്ഷ്മഭൂതങ്ങൾ അവിദ്യാരൂപത്തിലുള്ള അവയിൽ നിന്ന് അത് ഈ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായി താന്നേവ വിനശ്യതി, അതവിടെ തന്നെ പോകുന്നു. വിവേകം കൊണ്ട് അതില്ലാതാകുന്നു. ന പ്രേത്യ സജ്ഞ അസ്ഥി, അടുത്ത് പറയുന്നു. അതെന്താണെന്നും ഭാഷ്യകാരൻ പറയുന്നു. ന തത്ര പ്രേത്യ പറയുന്നു. അപ്പോ ഇതിനെ വിട്ടതിന് ശേഷം ഏഷ വിനശ്യതി, ആ നാശത്തിന് ശേഷം ആ വിവേകം കൊണ്ട് ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ഈ സുഖിത്വം ദുഃഖിത്വം ഗൗരത്വം ദിജത്വം തുടങ്ങിയ ഈ ഭ്രാന്തികളെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇതം വിശേഷസജ്ഞ അസ്ഥി, ഇത് അവിടെ വിശേഷബോധമില്ല എന്നാണ്. എന്താ വിശേഷബോധം? ആരാണോ തന്നെ ആ പ്രജ്ഞാനഘനമായി അറിഞ്ഞത്, ആരാണോ ഈ പ്രപഞ്ചത്തെ അവിജ്ഞാന സ്വരൂപമായി അറിഞ്ഞത്, ആരാണോ സർവവും അതിൽ നിന്ന് അന്യമല്ല എന്നറിഞ്ഞത്, അല്ലെങ്കിൽ ഒന്നും തന്നെ അതിൽ നിന്ന് അന്യമായിട്ടില്ല എന്നറിയുന്നത്, അവന് പിന്നെ വിശേഷബോധമില്ല എന്നാണ്. വിശേഷബോധം എന്ന് പറയുന്നത് ഈ ദേഹാഭിമാനം തുടങ്ങി വരുന്ന ബോധം, താൻ ഈ ദേഹമാണ് എന്നുള്ള ബോധം അതവനില്ല. താൻ ആ പ്രജ്ഞാനമാണെന്നറിഞ്ഞു പിന്നെ എങ്ങനെയാ മറിച്ചൊരു ബോധം വരുന്നത്? അത് വരാൻ കഴിയില്ല എന്നർത്ഥം. ആ ബോധം പോയി. താൻ ഈ ശരീരമാണ്, താൻ ഗൗരൻ ആണ്, താൻ ദുഃഖിയാണ്, താൻ ദ്വിജനാണ്, ഈ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് എങ്ങനെയാ അത് വരുന്നത്? ഭസ്മമായി കഴിഞ്ഞ് എങ്ങനെയാ ഭസ്മത്തിൽ നിന്ന് അതിന് പുനർജനിക്കാൻ സാധ്യമല്ല? അത് സാധ്യമല്ല. അതാണ് സംജ്ഞ എന്ന് വെച്ചാൽ ഇവിടെ ബോധം, പേരെന്നാണ്. ചിലത് സംജ്ഞ എന്ന് പറഞ്ഞു, പേരെന്ന് പറയും. ഇവിടെ ആ ബോധമാണ്. ആ ബോധത്തെ തുടർന്ന് വരുന്ന പേരുകളെന്ന് വേണമെങ്കിൽ പറയാം. ബോധത്തെ തുടർന്ന് വരുന്ന ശബ്ദപ്രയോഗങ്ങളെന്നും പറയും. അതിനില്ല. അഭിമാനം നശിക്കുന്നു എന്നർത്ഥം. ആ ബോധം കൊണ്ടാണത് ഇല്ലാതാകുന്നത്. അവിവേകം കൊണ്ടുവരുന്ന ആ അഭിമാനം അത് നശിക്കുന്നു. കേവലമായ ശബ്ദപ്രയോഗത്തെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നു. അഭിമാനം കൊണ്ട്, അവിവേകം കൊണ്ടുവരുന്ന അഭിമാനം, ഞാൻ ഇതാണ്, ഈ ശരീരമാണ്. പിന്നെ ഇതിനെ തുടർന്ന് വരുന്ന അതെല്ലാം വിശേഷ സജ്ഞകളെന്ന് പറയുന്നതാണ്. അതെല്ലാം നശിക്കുന്നു. കാര്യകരണ സംഘാതേഭ്യോ വിമുക്തസ്യ, ആര്? ആ സമുത്ഥാനത്തിൽ നിന്നും വിമോചിച്ചവൻ. ഈ കാര്യകരണ സംഘാതം, ശരീരമാകുന്ന കാര്യം, ഇന്ദ്രിയം, മനസ്സ് തുടങ്ങിയ കരണം, ഈ കർണസംഘാതത്തിൽ നിന്ന് വിമുക്തനായവൻ, ഈ അഭിമാനത്തിൽ നിന്ന് മോചനം ലഭിച്ചവൻ, ഈ അഭിമാനം നഷ്ടപ്പെട്ടവൻ എന്നർത്ഥം. അവന് പിന്നെ ഈ അഭിമാന രൂപത്തിലുള്ള ബോധമില്ല. അവന് ബോധമില്ലെന്നല്ല എൻ്റെ അർത്ഥം. അവൻ ബോധസ്വരൂപനാണ്. അവനെല്ലാം ആ ബോധത്തിന്റെ വിലാസം സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ അത് മുമ്പ് പറഞ്ഞ തരത്തിൽ
തമസ്സുകൊണ്ടുള്ള അതല്ല, അത് ശരീരാത്മബോധമല്ല, ശരീരത്തിലൂന്നിയ ഒരു ബോധമല്ല. കാര്യകരണ സംഘാതിപ്യ വിമുക്തസ്യ വിശേഷസജ്ഞാൻ നാസ്തി ഇത്യവും മൈത്രേയി, അല്ലയോ മൈത്രേയി, യാജ്ഞവൽക്യൻ പറയുന്നു, ബ്രവീമി, ഇത് ഞാൻ പറയുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഈ ഉപനിഷത്ത് ഇതിലെന്തുമാത്രം അധപ്പതനം വന്നു. നല്ല കാര്യം പറയുമ്പോൾ കുറച്ച് മോശക്കാര്യം പറയാം. എന്താണ് ഈ ഉപനിഷത്തിൽ പല ഭാഗത്തും ആ വസ്തുസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ഇവിടെയും പറയുന്നു, ഒരേ മൈത്രേയി. മൈത്രേയി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്തിട്ടാണ് ഉപനിഷത്ത് പറയുന്നത്. അതായത് സ്ത്രീവാചക ശബ്ദം കൊണ്ടാണ് പറയുന്നത് ഉപനിഷത്ത്. പക്ഷേ ഞാനത് ഓഫ് ചെയ്യണം. ഞാൻ മോശമായ എന്തോ കാര്യം പറയാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പേടിക്കണ്ട. തല്ലിയാരും എന്നെ തല്ലത്തേ ഉള്ളൂ, നിങ്ങളാരും തല്ലത്തില്ല. ഇവിടെ മൈത്രേയി എന്ന് പറയുന്നു. പക്ഷെ ഈ ഭാഷ്യത്തിൽ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൽ ഒരു സ്ഥലത്ത് പോലും ഒരു സ്ത്രീയെ സംബോധന ചെയ്ത് പറയുന്ന ഒരു ഉപദേശം കാണത്തില്ല. എല്ലായിടത്തും പുരുഷവാചകമായ ശബ്ദങ്ങളെ പ്രയോഗിക്കും. ഒരു പുരുഷനെ അഭിസംബോധന ചെയ്ത് പറയുന്നതായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അതാണ് ഇതിൽ കാലം കൊണ്ടുവന്ന മാറ്റം. ഉപനിഷത്ത് ഋഷിയെ സംബന്ധിച്ച് അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഭേദമില്ല. ഇതാർക്കും ഉപദേശിക്കും. അതുകൊണ്ടാണ് സ്ത്രീ അഭിസംബോധന ചെയ്ത് പറയുന്നത്. ഭാഷ്യത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനം അങ്ങനെ ഭാഷ്യത്തിലോ അക്കാലത്തെ വ്യാഖ്യാതാക്കളോ, ഇന്നത്തെ കാലം ഞാൻ പറയുന്നില്ല, ആധുനിക വ്യാഖ്യാതാക്കളുടെ കാര്യം പറയുന്നില്ല, പഴയ കാര്യം പറയും. ഒരിടത്തും സ്ത്രീ അഭിസംബോധന ചെയ്ത് പറയുന്നു. ഇവിടെയൊക്കെ അങ്ങനെ ഒരു അഭിസംബോധന വരുന്ന അവിടെയെല്ലാം പുംവാചക ശബ്ദങ്ങൾ ഉപയോഗിക്കും. പുരുഷനെ അഭിസംബോധന ചെയ്ത് പറയും. അത് കാലം കൊണ്ടുവന്ന മാറ്റമാണ്. എന്നാൽ അത് ശ്രുതി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതിയിൽ അങ്ങനെ ഒരു ഭേദമില്ല. നചികേതസ്സിന് ഉപദേശിച്ചു, എത്ര പേർക്ക് ഉപദേശിച്ചതാണ്. അതുപോലെ തന്നെ സ്ത്രീയെ അഭിസംബോധന ഉപദേശിക്കുന്നതിന് അവിടെ വ്യത്യാസം. ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിന് അങ്ങനെ ഒരു വ്യത്യാസം സ്ത്രീ തന്നെ ഉപദേശിക്കുന്നതായിട്ടും അടുത്ത് കാണും. പക്ഷെ വ്യാഖ്യാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് സങ്കല്പിക്കാൻ കൂടി വയ്യ. കാലം വരുത്തിയ മാറ്റം അത് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിലപ്പുറം മോശമൊന്നും ഞാൻ പറയാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അത് ഓൺ ചെയ്യാം. നാസ്തി വിശേഷസജ്ഞ ഇതി അഹം അസോ അമുഷ്യപുത്രോ. കണ്ട, അതാ ഞാൻ പറഞ്ഞത്. അഹം അസു അമുഷ്യപുത്രോ. ഇവിടെ എന്തുകൊണ്ട് പുത്രി എന്ന് പറഞ്ഞാൽ എന്താ നഷ്ടം വരുന്നത്? കാരണം ഇതിപ്പോ പറയുന്ന ആരോടാ? മൈത്രേയിയോടാണ്. അപ്പൊ മൈത്രേയിക്ക് മനസ്സിലാവണമെങ്കിൽ പുത്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. സ്ത്രീയെ അഭിസംബോധനയിട്ട് പുരുഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകുന്നു? അവിടെ എങ്ങനെയാ പറയേണ്ടത്? നീ എങ്ങനെ മനസ്സിലാക്കണം? അഹം അസു അമുഷ്യപുത്രി എന്നല്ലേ പറയേണ്ടത്. നീ പുത്രിയല്ല. ഇതാണ് വിശേഷബോധം. ഞാൻ ഇന്നാരുടെ പുത്രിയല്ല. പക്ഷെ അവിടെ എന്തു പറഞ്ഞു? പുത്രോ. എന്താ പുത്രി എന്ന് പറഞ്ഞാൽ തകരാറ്? അത് വായിൽ വരത്തില്ല. അങ്ങനെയൊന്നും വായിലേക്ക് വരത്തില്ല. അതാണ് ഇതിൽ വന്ന അധപ്പതനം. ഇങ്ങനെയുള്ള അധപ്പതനങ്ങൾ വരുമ്പോഴാണ് ഞാനത് എടുത്തു പറയുന്നത്. അത് ഞാൻ എടുത്തു പറയുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഓരോരുത്തർ പറയുന്നതുകൊണ്ടാണ് എനിക്കും വാശി വരുന്നത്. അല്ലെങ്കിൽ ഞാനും ഇതങ്ങ് വിട്ടുകളയും. എനിക്കിത് പറയണമെന്നുള്ള മുഖ്യ അജണ്ടയൊന്നുമില്ല.
എനിക്ക് തത്വം പറയണമെന്നുള്ള അജണ്ട മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റത് പറയുമ്പോൾ ചൊടിപ്പിച്ചാൽ ചൊടിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് എടുത്തു പറയുകയാണ്. ഇവിടെ മൈത്രിയോട് പറയുമ്പോൾ ഇത് വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയായിരുന്നു? അഹം നാസു അമുഷ്യപുത്രി എന്ന് നീ മനസ്സിലാക്കണം. വാസ്തവത്തിൽ യാജ്ഞവൽക്യൻ അങ്ങനെയാണ് പറയുന്നത്, നീ പുത്രിയാണ് എന്നുള്ളതാണ് നിന്റെ ഈ വിശേഷ സജ്ഞ. അത് പോകണം. അപ്പൊ അവിടെയും പറഞ്ഞു എങ്ങനെ പുത്രോ എന്ന് പറഞ്ഞു. അരേ മൈത്രേയി ബ്രവീമി, ഞാനിതാ പറയുന്നു എന്താണ്? നാസ്തി വിശേഷ സജ്ഞ. അങ്ങനെ ഒരു ബോധം വന്നവന് അങ്ങനെ ഒരു വിശേഷ സജ്ഞ ഇല്ല. എങ്ങനെ? ശരീര സംബന്ധിയായി, മനസ്സംബന്ധിയായി. അഹം അസോ, ഈ ഞാൻ, അമുഷ്യപുത്ര, ഞാൻ ഇന്നാരുടെ പുത്രനാണ്, അങ്ങനെ ഒരു ബോധമില്ല. മമ ഇതം ക്ഷേത്രം, ഇത് എന്റെ വസ്തുവാണ്, എന്റെ സ്ഥലമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നുള്ള അർത്ഥമുണ്ട്, ഭൂമി എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത് ധനം എന്ന് പറയുന്നതുകൊണ്ട് ക്ഷേത്രം എന്ന് പറയുന്നത് ഭൂമിയാണ്. പഴയകാലത്ത് അതൊക്കെയാണ് ഭൂമി, ഇതൊക്കെയാണ് സമ്പത്ത്. ഇതെന്റെ ക്ഷേത്രമാണ്, ഇതെന്റെ ധനമാണ്, ഇതെല്ലാം കൊണ്ട് ഞാൻ സുഖി, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദുഃഖി. ഇത്യവമാതി ലക്ഷണ അവിദ്യാകൃതത്വ. ഇതെല്ലാം എന്താണ്? അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ടാണ്. അവിദ്യാകൃതത്വ, അവിദ്യ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. തസ്യ അവിദ്യായ ബ്രഹ്മവിദ്യായ നിരന്വയതോ നാശിതത്വ കുതോ വിശേഷ സജ്ഞാസംഭവം പറയുന്നു. അങ്ങനെയുള്ള അവിദ്യ മൈത്രിയോട് പറയുന്നു, ഈ ഉപദേശം കൊണ്ട് ഈ അറിവില്ലായ്മ, നിന്നെ സംബന്ധിച്ചുള്ള ഈ അറിവില്ലായ്മ, ഞാൻ ഇന്നാരുടെ പുത്രിയാണ്, എനിക്ക് ഇത്രമാത്രം സമ്പത്തുണ്ട്. ഇവിടെ ആ സമ്പത്തിന്റെയൊക്കെ കാര്യം പറയുന്നതുകൊണ്ട് ഇവിടെ ഭർത്താവ് തന്റെ സ്വത്ത് ഭാര്യമാർക്ക് വേണ്ടി വിധിച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ബന്ധം ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എടുത്തു പറയുന്നത്. ഇതെല്ലാം എന്താണ്? അവിദ്യാകൃതത്വ, ഇതെല്ലാം അറിവില്ലായ്മ കൊണ്ടാണ്. തസ്യാഹ അവിദ്യായ, ആ അറിവില്ലായ്മ ബ്രഹ്മവിദ്യ, ആത്മബോധം കൊണ്ട്, ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്ന ഈ ബോധം കൊണ്ട്, നിരന്വയത, നിശേഷമായി എന്നർത്ഥം. നിരന്വയ, അല്പവിശേഷിക്കാതെ, നാശിതത്വ, അത് നശിക്കുന്നതാണ്, നശിപ്പിക്കാവുന്നതാണ്. കുതോ വിശേഷ സജ്ഞാസംഭവം. ഇനി നിന്നിൽ എങ്ങനെയാണ് വിശേഷമായൊരു ബോധമുണ്ടാകുന്നത്? ഇന്നയാൾ എന്റെ ഭർത്താവായിരുന്നു, ഞാൻ ഇന്നയാളുടെ പുത്രിയായി ജനിച്ചവളാണ്, ഞാൻ ഇനി ഇത്ര സമ്പത്തിന് അധിപതിയാകേണ്ടവളാണ്. വിശേഷ സജ്ഞാസംഭവം എങ്ങനെ സംഭവിക്കും? ബ്രഹ്മവിത്ത, നീ ഇപ്പോൾ ബ്രഹ്മജ്ഞാനിയാണ്, ആത്മസ്വരൂപമാണ്, പ്രജ്ഞാനസ്വരൂപിണിയാണ്. ചൈതന്യ സ്വഭാവ അവസ്ഥിതസ്യ, നീ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പഴയതുപോലെ യാജ്ഞവൽക്ക് എന്റെ ഭാര്യയായിട്ടല്ല, ഇന്നാളുടെ പുത്രിയായിട്ടല്ല, മറിച്ച് ചൈതന്യ സ്വഭാവ അവസ്ഥിതയാണ്. ചൈതന്യ സ്വഭാവ അവസ്ഥിതയാണ്. അവിടെയൊക്കെ സ്ത്രീലിംഗ ശബ്ദം പ്രയോഗിക്കേണ്ടതാണ്. അവസ്ഥിതസ്യ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമായി. അങ്ങനെയല്ല പറയേണ്ടത്, അവസ്ഥിതായാഹ എന്നാ പറയേണ്ടത് സ്ത്രീലിംഗത്തിൽ, ഷഷ്ടിയിൽ. നീ അങ്ങനെ ആ സ്വരൂപസ്ഥിതിയിൽ അവസ്ഥിതയായിരിക്കുന്നു. ഉപദേശം കൊണ്ട് അങ്ങനെ സ്വരൂപസ്ഥിതിയിൽ അവസ്ഥിതയായിരിക്കുന്ന നിനക്ക് ഇനി ഇത്തരത്തിലുള്ള സമുത്ഥാനം സംഭവിക്കാൻ പാടില്ല, ഈ ഭേദബുദ്ധി വരാൻ പാടില്ല, ഈ ശരീരാത്മബുദ്ധി വരാൻ പാടില്ല. അതാണ് ഈ ഉപദേശത്തിന്റെ ഫലം, അതാണ് ഈ അറിവിന്റെ പ്രയോജനം. ഇത് നീ ഗ്രഹിക്കണം, നിന്റെ ബുദ്ധിയിൽ ഉറപ്പിക്കണം എന്ന് മൈത്രേയിയോട് ഉറപ്പിക്കുകയാണ്. ഇനി ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞല്ലോ, ഈ പറയുന്ന ഈ പ്രജ്ഞാനസ്ഥിതി അത് മനസ്സിലാക്കുന്നതിന് ഒരു ഉപായമേ ഉള്ളൂ. അതെടുത്ത് പറയുന്നു, ശരീരാവസ്ഥിതസ്യാപി. ഇതാ പരമമായ ബോധത്തെക്കുറിച്ച് പറഞ്ഞു. ഉപദേശം കൊണ്ട്, ശ്രവണ മനനങ്ങളിലൂടെ എത്തിച്ചേരുന്ന ആ നിശ്ചയാത്മകമായ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി
അതിനുവേണ്ടി നീ മനസ്സിലാക്കുക വിശേഷ അവസ്ഥിതസ്യാവി വിശേഷ സജ്ഞാനോപപദ്ധ്യത കിമിതാകാരി കാരണ വിമുക്തസ്യ സർവതൈ. ഇങ്ങനെ ആ പ്രജ്ഞാനഘനമായിരിക്കുന്നതിന് നിനക്ക് ഈ അറിവിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ശരീരാവസ്ഥിതസ്യ എന്നുള്ളതിന് വ്യാഖ്യാതാവ് പറയുകയാണ് സുഷുപ്തസ്യ. ഞാൻ പറയുന്നില്ല, വ്യാഖ്യാതാവ് പറയുകയാണ്. കാരണം ഒന്നുകിൽ ഈ പറയുന്ന ഈ ബോധത്തെ ഉൾക്കൊണ്ട് ഇവിടെ മൈത്രേയിയെ പോലെ ഈ ഭേദങ്ങളെല്ലാം വിട്ട് അജ്ഞാനത്തിലിരിക്കുന്നു. അതൊരു വഴി. അതിനുവേണ്ടിയാണിത് പറയുന്നത്. പക്ഷെ അത് മനസ്സിലാക്കുന്നതിനുള്ള മറ്റൊരു വഴി അതിനോട് പറയുന്നത് സുഷുപ്തസ്യ. അതപ്പോ ഇങ്ങനെ ഇതൊന്നും സംഭവിച്ചില്ല. ഈ പറയുന്ന തരത്തിൽ ഈ അറിവില്ലായ്മ നശിച്ചില്ല, അവിവേകം മാറിയില്ല, ഈ ശരീരത്തോടുകൂടി തന്നെ ഇരിക്കുന്നു. അതാണ് ശരീരാവസ്ഥിതസ്യാപി. ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോഴും വിശേഷ സജ്ഞ എന്നുപപദ്ധതി, ഈ പറയുന്ന വിശേഷബോധം ഉണ്ടാകുന്നില്ല. ഈ ശരീരത്തോടുകൂടി ഇരിക്കുന്ന അവസ്ഥയിൽ ഈ ശരീരത്തിനുള്ളിൽ ജീവഭാവത്തിലിരിക്കുന്ന ഒരുവന് എപ്പോഴാണ് ആ വിശേഷജ്ഞ ഇല്ലാതെ വരുന്നത്? അത് വ്യാഖ്യാതാവ് പറയുന്നു സുഷുപ്തസ്യ, സുഷുപ്തിയിൽ. ആ ഒരു ഉദാഹരണത്തിലൂടെ വേണം ഈ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്നാണ് ഇവിടെ വ്യാഖ്യാതാവും പറയുന്നത്. അത് വ്യാഖ്യാനമൊന്നും ഞാൻ എടുത്തു പറയാൻ കാരണം ഇല്ലെങ്കിൽ ചിലർ വിചാരിക്കും എനിക്കെന്തോ സുഷുപ്തിയോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട്, ഞാൻ അതിനോടെന്തോ താല്പര്യം. എനിക്കങ്ങനെ യാതൊരു താല്പര്യമില്ല. എനിക്ക് ജാഗ്രതത്തിൽ ഇല്ലാത്തതിൽ കൂടുതൽ താല്പര്യം സുഷുപ്തിയോടില്ല. കൂടുതൽ താല്പര്യം ഈ ജാഗ്രതത്തിനോടാണ്. കാരണം ഇവിടെയാണ് എന്തെങ്കിലും സംഭവിക്കേണ്ടത്, സുഷുപ്തിയിലല്ല. പക്ഷെ ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്ക് എന്താണ് അതിനെയാണ് ഇവിടെ സ്വീകരിക്കേണ്ടതെന്ന് വ്യാഖ്യാതാവ് പറയുന്നു. ഭാഷ്യകാരനവിടെ പറഞ്ഞിട്ടില്ല, എങ്കിലും പറയുന്നു. കാരണം ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്താണ് വിശേഷസജ്ഞ ഇല്ലാതിരിക്കുക, ബോധമില്ലാതിരിക്കുക എന്ന് പറയുന്നത് അവിടെ സംഭവിക്കത്തുള്ളൂ, വേറെ ഒരിടത്തും സംഭവിക്കത്തില്ല. എന്താ സമാധി സംഭവിച്ചുകൂടി? സമാധി ഒരു ബോധമാണ്. അതൊരു ബോധമാണ്. താൻ വളരെ പ്രയത്നിച്ച് ആർജിച്ചെടുത്ത ഒരു ബോധാവസ്ഥയാണ്, ബോധത്തിന്റെ ഒരു വിശേഷാവസ്ഥയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഈ ചിത്തിന്റെ ഒരു ആഭാസമാണ്, അതുമില്ലാതിരിക്കുന്ന സ്ഥാനം. അത് പറയുന്നു വിശേഷ യാതൊന്നുമില്ലാതിരിക്കുന്നത് എന്താണ്? ശരീര അവസ്ഥിതസ്യാപി വിശേഷജ്ഞ ഉപപദ്ധ്യത, അത് സുഷുപ്തിയാണ്. അങ്ങനെ ഒന്ന് നമ്മുടെ അനുഭവത്തിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ, സദാ സംഭവിക്കുന്നുണ്ടെങ്കിൽ കിമുത കൈമുത്തികന്യായ, പിന്നെന്ത് പറയാനാണ്? ഈ ബോധം കൊണ്ട് ഈ ജാഗ്രതത്തിൽ അത് സംഭവിക്കും എന്നുള്ളതിനെന്താ? കാര്യകാരണ വിമുക്തസ്യ സർവപ്രകാരത്തിലും ഈ കാര്യകരണത്തിൽ നിന്നും വിമുക്തനായവൻ ബോധം കൊണ്ട് ഇതിനെല്ലാം നിരാകരിച്ചവൻ വിമുക്തസ്യ എന്ന് വെച്ചാൽ വിമുക്തായ എന്ന് മനസ്സിലാക്കും. വിമുക്തയായവൾക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കിക്കൂടാ? ശരീരാവസ്ഥിതായ അങ്ങനെ മനസ്സിലാക്കും എന്ന് യാജ്ഞവൽക്യൻ പറയുന്നു. അങ്ങനെയുള്ള നിനക്കിത് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ്. അതായത് കേവലം ഈ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന ഒരുവന് പോലും ചിന്തിച്ചാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ശരീരവിമുക്തമായൊരവസ്ഥയുണ്ട് എങ്കിൽ ഈ ഉപദേശം കേട്ട് ഇതിന്റെ മനനം ചെയ്ത നിനക്ക് എന്തുകൊണ്ടിത് മനസ്സിലാക്കിക്കൂടാ? നിന്റെ സ്ഥിതിയും ഈ ശരീര വിമുക്തമാണ്, നിന്റെ വാസ്തവ സ്വരൂപവും ഈ ശരീരത്തിൽ നിന്നും വിമുക്തമാണ്. സർവതൈതി ഹോവാച ഉക്തവാൻ കില. പരമാർത്ഥ ദർശനം, ഈ പരമാർത്ഥ ദർശനത്തെ യാജ്ഞവൽക്യം ഉപദേശിച്ചു. ആർക്ക്? മൈത്രേയിക്ക്. ആരാ മൈത്രേയി? ഭാര്യയായി, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി മൈത്രേയിക്ക് വേണ്ടിയാണ് ഉപദേശം മുഴുവനെന്ന് പറഞ്ഞിട്ടും മൈത്രേയിയെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും അതിനാ പുല്ലിംഗ ശബ്ദം ഉപയോഗിച്ചത്. വിമുക്തസ്യ അവസ്ഥിതസ്യ
സ്വഭാവ സ്ഥിതസ്യ, ഇവിടെയെല്ലാം സ്ത്രീലിംഗം ഉപയോഗിക്കുന്നു. ഇവിടെ പുരുഷന്മാരാരും കടന്നു വന്നിട്ടില്ല കേൾക്കാൻ, ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തിന് പുരുഷ ശബ്ദം ഉപയോഗിച്ചു, സ്ത്രീലിംഗ ശബ്ദം പ്രയോഗിക്കേണ്ടിടത്ത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ വേറെ മോശമൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. യാജ്ഞവൽക്യ സഹോവാച മൈത്രേയീ അത്രൈവ മാ ഭഗവാൻ അമോമുഖൻ ന പ്രേത്യ സംജ്ഞ അസ്ഥേതി സഹോവാച യാജ്ഞവൽക്യോ നവ അരേ അഹം മോഹം ബ്രവീമി അലം വ അരേ ഇദം വിജ്ഞാനായ. അപ്പോൾ സ്വാഭാവികമാണ് ഈ ഒരു തത്വത്തെ ഈ തരത്തിൽ പറയുമ്പോൾ മൈത്രേയിക്ക് സംശയം ഉണ്ടാകാം. കുറേയൊക്കെ മനസ്സിലായതുകൊണ്ടാണ് സംശയം വരുന്നത്. അതുകൊണ്ട് ഏവം പ്രതിബോധിത സഹ കില ഉവാച ഉക്തവതി മൈത്രേയി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈത്രേയി പറയുന്നു, നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തരത്തിൽ സംശയം മൈത്രേയിയുടെ മനസ്സിലുണ്ടായി. എന്താണ്? അത്രേവ ഏതസ്മിന്നേവ ഏകസ്മിൻ വസ്തുനി ബ്രഹ്മണി വിരുദ്ധധർമ്മവത്വം ആചക്ഷാണേന ഭഗവത മമ മോഹ കൃത തദാഹ. പറയുന്നു, അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അങ്ങയുടെ ഉപദേശമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഉപദേശത്തിലൊരു വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നു. സാധാരണ അങ്ങനെയാണല്ലോ, ആത്മതത്വത്തെ ഉപദേശിക്കുമ്പോൾ നമുക്കൊരു വൈരുദ്ധ്യം അനുഭവപ്പെടാറുണ്ട്. തുടക്കത്തിൽ ഇത് സത്യമാണെന്ന് പറയുക, ഇത് അസത്യമാണെന്ന് പറയുക, ഇത് ജഗത്ത് സത്യമെന്ന് പറയുക, ജഗത്ത് മിഥ്യയെന്ന് പറയുക, പിന്നെ ഇത് നിർഗുണമെന്ന് പറയുക, പിന്നെ സഗുണമെന്ന് പറയുക, പിന്നെ സംസാരം ഉണ്ടെന്ന് പറയുക, പിന്നെ സംസാരം ഇല്ലെന്ന് പറയുക, ബന്ധനത്തിൽ നിന്ന് മോക്ഷത്തിന് ശ്രമിക്കണമെന്ന് പറയുക, എന്ന് പറയുക, നിത്യമുക്തമാണെന്ന് പറയുക. ഇത്തരത്തിൽ പ്രതീതമാകുന്ന വൈരുദ്ധ്യം അത് മൈത്രേയിക്കും പ്രതീതമായി. അതുകൊണ്ട് പറയുന്നു, അത്രേവ ഏകസ്മിൻ വസ്തുനി ബ്രഹ്മണി, ഈ പറയുന്ന തത്വത്തിൽ എന്റെ പരമാർത്ഥ തത്വം എന്താണെന്ന് അങ്ങ് ബോധിപ്പിച്ചു. ആ തത്വത്തിൽ വിരുദ്ധധർമ്മമത്വം ആചക്ഷണ എന്ന അങ്ങ് വിരുദ്ധധർമ്മത്തെ പറയുകയാണ്. വാസ്തവത്തിൽ ഉപദേശിച്ചിടത്തുള്ള വിരുദ്ധ ധർമ്മം എന്ന് കേട്ടിടത്താണ്, താൻ ഗ്രഹിച്ചിടത്താണ്. ഉപദേശിക്കത്തിടത്ത് ഇല്ല. ശ്രുതിയിൽ വിരുദ്ധധർമ്മമില്ല. ശ്രുതി ഉപദേശിക്കുന്ന കാര്യത്തെ സമന്വയാത്മകമായി ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ശ്രോതാവിന്റെ അന്ധകരണത്തിലാണ് വിരുദ്ധധർമ്മം വരുന്നത്. ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ പറയുന്നത്. എത്ര കാലം ആ വൈരുദ്ധ്യങ്ങളെ സമന്വയിച്ച് തനിക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വരുന്നു, അത്രയും കാലം തന്റെ ഉള്ളിൽ വൈരുദ്ധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഉപദേശത്തിന്റെ കുഴപ്പമാണ്. വിരുദ്ധധർമ്മവത്വം പക്ഷെ അത് ഉപദേശത്തിലുള്ളതാണെന്ന് മൈത്രേയി തെറ്റിദ്ധരിച്ചു. അജക്ഷാണേന ഭഗവത അങ്ങനെ പറഞ്ഞതായി പറയുന്നു എന്നുവെച്ചാൽ എനിക്കങ്ങനെ തോന്നുന്നു. മമ മോഹകൃത, അതുകൊണ്ട് എനിക്ക് വീണ്ടും ഇവിടെ ഇതുവരെ ഇതറിയാതിരുന്നത് കൊണ്ടുള്ള മോഹമായിരുന്നു, ഇപ്പൊ ഇത് അറിഞ്ഞതുകൊണ്ടുള്ള മോഹമാണ്. എന്റെ മനസ്സിൽ ആ മോഹത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. തദാഹ അത്രയുമാ ഭഗവാൻ പൂജാവാൻ. ഇപ്പൊ അങ്ങന്റെ ഗുരുവിന്റെ സ്ഥാനത്താണ്, പൂജ്യനാണ്. മോഹം കൃതവാൻ, എന്റെ ഉള്ളിലൊരു മോഹത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങയുടെ ഉപദേശങ്ങൾ കഥം തേന വരുന്ന ധർമ്മവത്വം ഉക്തമിത്തിച്ചതേ. അപ്പോൾ ഇവിടെ പറയുന്നു, എന്താണ് ആ മോഹം, എങ്ങനെ വിരുദ്ധധർമ്മം ഉണ്ടായി, യാജ്ഞവൽക്യന്റെ ഉപദേശത്തിൽ എന്താണ് തകരാറ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പരിശോധിച്ച് നോക്കുകയാണില്ല എന്ന് പറയും. എന്താണ്? പൂർവ്വം വിജ്ഞാനഘന ഏവേദി പ്രതിജ്ഞായ. ആദ്യം പറഞ്ഞ എന്താണ്? വിജ്ഞാനഘനം അത് പറഞ്ഞു. വിജ്ഞാന മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു പുനർ ന പ്രേത്യ സജ്ഞ അസ്ഥീതി എന്ന് പറയുന്നു.
ഇതിൽ നിന്ന് വിമുക്തിയെ പ്രാപിച്ചവന് ന സജ്ഞാസ്തി ബോധമില്ലെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് വിജ്ഞാനസ്വരൂപമാണ്, കേവലമായ വിജ്ഞാനം എന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നത് ബോധമില്ല. വിജ്ഞാനത്തിനെങ്ങനെ ബോധമില്ലാതെ വരും? വിജ്ഞാനമാണെങ്കിൽ സദാ അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് സദാ പ്രകാശിച്ചാൽ സദാ ബോധം ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ പ്രത്യസജ്ഞാസ്ഥിതി കഥം വിജ്ഞാനഘന ഏവ കഥം വാ പ്രത്യസജ്ഞാസ്ഥിതി. ഒന്ന് പറയുന്നു ഇത് കേവലം വിജ്ഞാന സ്വരൂപമാണ്, അടുത്ത് പറയുന്നു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല, വിജ്ഞാനമില്ല. ഇത് അങ്ങനെ എന്തുകൊണ്ട് പരസ്പര വിരുദ്ധമായി പറഞ്ഞു? അത് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഉഷ്ണ ശീതശ്ച അഗ്നിരേവ ഏകോ ഭവതി, ഏകമായ അഗ്നി. അഗ്നിയെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അത് ശീതവുമാണ് ഉഷ്ണവുമാണ്. വിരുദ്ധ ധർമ്മങ്ങളെ ഒരു വസ്തുവിൽ സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വ്യാഘാതം എന്ന് പറയുന്ന പരസ്പരം ഫലിക്കുന്നതായ ദോഷം വരും. അങ്ങനെ വരുമ്പോൾ ആ പറയുന്ന രണ്ട് പ്രസ്താവനകളും അസംബന്ധമാണ്. അഗ്നിയെ സംബന്ധിച്ച് പറയുന്നത് ശീതവുമാണ് ഉഷ്ണവുമാണെന്ന് പറഞ്ഞാൽ അഗ്നി ശീതവുമല്ല ഉഷ്ണവുമല്ലെന്ന് വരും. ആണ് വ്യാഘാതം എന്ന് പറയുന്നത്. രണ്ടും ശ്രദ്ധിക്കത്തില്ല. അതുപോലെയാണ് ഇവിടെ പറയുന്നത് അത് കേവല വിജ്ഞാന സ്വരൂപമാണ്. പക്ഷെ അതിനെ വിജ്ഞാന സ്വരൂപമായി ഗ്രഹിച്ചാൽ പിന്നെ വിജ്ഞാനമില്ല. അതോ മൂഢ അസ്മി അത്ര. അതുകൊണ്ട് ഇവിടെ തിരിച്ചു പറയുന്നു. എന്താണ് ഇവിടെ പറഞ്ഞത്? അമോമുഹൻ പ്രയത്യ സജ്ഞാസ്ഥിതി. ഞാൻ മൂഢയായിരിക്കുന്നു, അങ്ങനെ മോഹിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ മൂഢയായിരിക്കുന്നു എന്ന് മൈത്രേയി പറയുന്നു. മൂഢ അസ്മി എന്ന് പറയുന്നു. അത് ശ്രുതിയുടെ തന്നെ ഇതാണ്. അങ്ങനെ മോഹിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ മൂഢയായി എന്ന് പറയുന്നു. അതോ മൂഢ അസ്മി, ഞാൻ മൂഢയായിരിക്കുന്നു അത്ര, ഈ വിഷയത്തിൽ എന്നർത്ഥം. അങ്ങ് ഉപദേശിച്ച സഹോവാച യാജ്ഞവൽക്യനവാരേ മൈത്രേയി അഹം മോഹം ബ്രവീമി പറയുന്നു. അത് നീ മനസ്സിലാക്കിയതിന്റെ തകരാറാണ്, ഞാൻ ഉപദേശിച്ചതിന്റെ തകരാറല്ല. ഹരേ മൈത്രേയി, അല്ലയോ മൈത്രേയി. സഹോവാച യാജ്ഞവൽക്യം പറഞ്ഞു അഹം മോഹം ന ബ്രവീമി, ഞാൻ മോഹത്തെ പറയുന്നില്ല. മോഹനം വാക്യം ന ബ്രവീമി, നിന്നെ മോഹിപ്പിക്കുന്ന, നിന്റെ ബുദ്ധിയെ കുഴക്കുന്ന, നിന്റെ ബുദ്ധിയിൽ വൈരുദ്ധ്യത്തെ ഉണ്ടാക്കുന്ന, നിനക്ക് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ല ഞാൻ സംസാരിക്കുന്നത്. പിന്നെങ്ങനെയാണ് സംസാരിക്കുന്നത്? അതടുത്ത് പറയുന്നു.